ഹലോ പാർവതി. ഹലോ ജീവചേട്ടാ. വെൽക്കം. ആക്ച്വലി പാറു ഭയങ്കര ഭാഗ്യം ചെയ്തൊരു കുട്ടിയാണ്. കാര്യം ഇങ്ങനെ ഒരു ഷോയ്ക്ക് രശ്മിക ആയിരുന്നു കോയങ്കറായിട്ട് വരാമെന്ന് ഏറ്റെടുക്കുക. രശ്മിക്ക് ഒരു നിർബന്ധം ഞാനോട്ട് ഷോ ചെയ്യണം എന്നുള്ളത്. കുറെ നാളായിട്ട് ഫ്ലവേഴ്സ് ടീമായിട്ട് ഇങ്ങനെ അവരുടെ മാനേജ്മെന്റ് ടീം ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ എനിക്കൊരു വൈബ് തോന്നിയില്ല. ഞാൻ ചോദിച്ചു ആര് വേണമെന്ന്. ഞാൻ പറഞ്ഞു സൗത്ത് ഇന്ത്യൻ തന്നെ വൺ ഓഫ് ദി ഫൈനസ്റ്റ് ഇന്റർവ്യൂ എടുക്കുന്ന ആങ്കർ എന്നുള്ള രീതിക്ക് പറഞ്ഞു വിളിക്കാന്ന് പറഞ്ഞു. സാധാരണ ഞാനല്ല തള്ളുന്നത്, നിനക്ക് വരെ ഞാൻ തള്ളല് ഏറ്റെടുത്തു. എന്റെ തള്ളല് കഴിഞ്ഞു, ഇനി നീ തള്ള. ഞാനൊരു കാര്യം പറയാനിരിക്കുകയായിരുന്നു. എന്താ? ലാലേട്ടന്റെ മോളായിട്ടൊരു സിനിമയിലേക്ക് വിളിച്ചിട്ടുണ്ട്. പോട്ടെ, ധൈര്യമായിട്ടല്ലേ? ലാലേട്ടൻ ചെറുതൊന്നും കിട്ടിയാ പോരാ. ഞങ്ങള് ചെറിയ ചെറിയ തള്ളലുകളായിട്ട് ഞങ്ങൾ തുടങ്ങിയതേ ഉള്ളൂ. കാര്യം ഇതിലും വലിയ തള്ളുകൾ കാണാനും കേൾക്കാനും നിങ്ങൾ ഇവിടെ തന്നെ വേണം. കാര്യം ഇന്ന് നമ്മൾ അങ്ങനെ ഒരു ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഫ്ലവേഴ്സ് കോമഡി തള്ളൽ. ഞാനും തള്ളും, പാറും തള്ളും. ഞങ്ങള് കൂട്ടത്തള്ളാവും. ഇതിനേക്കാളൊക്കെ പുറമെ മേളിൽ നിന്ന് ഒന്നും രണ്ടും പേരല്ലല്ലോ തള്ളാൻ പറ്റുന്നത്. ഏകദേശം ഒരു 5-8 പേര് നമ്മൾ ഇറക്കുന്നുണ്ട്. എന്നാ ഐശ്വര്യമായിട്ട് ആദ്യത്തെ മെയിൻ തള്ളലിനെ വിളിക്കാം. വിളിച്ചോ? വിളിക്കട്ടെ. ഞാൻ മലയാള സിനിമയിൽ വന്നത് തന്നെ തള്ളിക്കൊണ്ടാണ്. എങ്ങനെയാണ് അത് വരുമ്പോ ചോദിക്കാറ്? അല്ല, നമ്മളൊക്കെ പറയണ്ട, വരുമ്പോ കാണാമല്ലോ. വിളിച്ചോളൂ. മലയാളി പ്രേക്ഷകരുടെ ഏറ്റവും പ്രിയങ്കരിയായ സുന്ദരിയാണ്, സുമുഖിയാണ്, നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഇതൊരു തള്ളല്ല, പ്രിയപ്പെട്ട നവ്യ നായർ. നവ്യ ചേച്ചി. Let's welcome നവ്യ നായർ to നമ്മുടെ ഇവന്റ് അടിക്കൈ. Thank you. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖായിരിക്കണം മോളെ. ആദ്യം തന്നെ വളരെ സന്തോഷത്തോടെ ചോദിക്കുന്നു, ഇങ്ങനെയുള്ള ഒരുപാട് ഇവന്റ്സ് പോയിട്ടുണ്ടാവുമല്ലോ അല്ലേ? പിന്നെ തീർച്ചയായിട്ടും അല്ല, ശരിക്കും ഇങ്ങനെയുള്ള ഇവന്റിൽ പോയിട്ടുണ്ടോ? അതെന്താ ജീവ അറിയില്ലേ? ഞാൻ എത്ര പരിപാടിയിൽ ഇങ്ങനത്തെ ഇവന്റിന് പോയിട്ടുണ്ടോ? അല്ല, എന്താന്ന് പറഞ്ഞാൽ ഇതിന്റെ പേരൊന്ന് നോക്കിയിട്ട് പറയുന്നത് കുറച്ചുകൂടെ അറിയാം. ഫ്ലവേഴ്സിലെ പ്രോഗ്രാം അല്ലേ, ഫ്ലവേഴ്സിലെ കോമഡി പ്രോഗ്രാം. ഇത് ഐറ്റം വേറെ. ഇത് ഐറ്റം വേറൊരു ഐറ്റം ആണിത്. അപ്പം ശരിക്കും പേരൊന്ന് നോക്കിയിട്ട് പോയിട്ടുണ്ടോ എന്ന് പറയുന്നത് നല്ലതായിരിക്കും. ഫ്ലവേഴ്സ് കോമഡി തള്ളൽ. തള്ളൽ എന്ന് പറയുമ്പോ എന്താന്ന് അറിയില്ല. അപ്പൊ ഇല്ല, എനിക്കറിഞ്ഞൂടാ. അറിയില്ല, കേട്ടിട്ടേ ഇല്ല. നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം സിനിമയിൽ ചോദിക്കണേ കേട്ടിട്ടില്ലേ, എന്താ മോനെ ഈ ക്രിഞ്ചെന്ന്? അതേപോലെ എന്താ മോനെ ഈ തള്ളൽ? മലയാള സിനിമയിലേക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറഞ്ഞു തള്ളി നാട്ടുകാരെ മുഴുവൻ ആൾക്ക് അറിയത്തേ ഇല്ല അല്ലേ? ചേച്ചി എന്തോ സത്യമായിട്ടും ചേച്ചി പറ, കണ്ടോ ചേച്ചി? ഒരു മിന്നായം പോലെയൊക്കെ കണ്ടു. കൃഷ്ണനല്ലേ കണ്ടായിരുന്നു? കണ്ടു ചെറുതായിട്ട്. ശരിക്കും എന്താ കണ്ടത്? അതെ, ഞാൻ പറയുന്നുണ്ടല്ലോ, ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. അപ്പൊ ഞാനാണ് കണ്ടത്. ഇതിപ്പോ എനിക്ക് പ്രൂവ് ചെയ്യാനൊന്നും പറ്റില്ല. ഞാൻ കണ്ടു. ശരിക്കും എന്താ കണ്ടത്? എന്നാ കണ്ടത്? അന്ന് അല്ല, എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവല്ലോ. ഗുരുവായൂരപ്പനെ കണ്ടു. എങ്ങനെ ആയിരുന്നു എന്നുള്ളത്? ഗുരുവായൂരപ്പനോ? ഇങ്ങനത്തെ ചോദ്യമൊക്കെ ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞില്ലല്ലോ. പ്ലാൻ ചെയ്ത് പീലി ഒക്കെ വെച്ച് ഓടക്കുഴലൊക്കെ പിടിച്ച്. ഓക്കെ, അത് മാറ്റി നോക്കി. ഇപ്പൊ നമുക്ക് വേറെ വിശേഷത്തിലേക്കൊക്കെ വരാം. നമ്മുടെ ഫ്ലവേഴ്സ് കോമഡിയുടെ ഇത് ഐറ്റം വേറെ ഏറ്റവും പുതിയ ഐറ്റമാണ് ഫ്ലവേഴ്സ് കോമഡി തള്ളൽ. ഒത്തിരി സന്തോഷമുണ്ട് നവയപ്പ് ഒരാളെ ഞങ്ങൾക്ക് ഈ നിർത്തി കളിയാക്കുന്ന. കാരണം ഫ്ലവേഴ്സ് കോമഡി തള്ളലിൽ നവ്യപ്പോഴുള്ള ആള് വന്നപ്പോൾ ഞാൻ ഭയങ്കര വളരെ പോസിറ്റീവായിട്ടുള്ള അർത്ഥത്തിൽ എടുത്താൽ മതി. ചേച്ചിക്ക് മാത്രമല്ല, എനിക്ക് വിഷമമുണ്ട്. ജീവച്ചേട്ടൻ ഇത്ര എപ്പിസോഡ് ചെയ്തിട്ട് കറക്റ്റ് തള്ളൽ എപ്പിസോഡിൽ എന്നെ വിളിച്ചു വരുത്തിയത്. അതെന്താ കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള ഒരാളെ ഷോയിലേക്ക് ഇതിന്റെ കൂടെ നിർത്താമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പാറുവിന്റെ പേര് സജസ്റ്റ് ചെയ്തു. പക്ഷേ അങ്ങനെയല്ല, അതല്ല സംഭവിച്ചത്. ജീവ ശരിക്കും പറഞ്ഞാല് ഒരുപാട് തള്ളിയിട്ടാണെന്ന് തോന്നുന്നു, നടുവേദനയപ്പോ. അങ്ങനെ ഇന്ന് ആശുപത്രി പോയിട്ട്
വരാൻ വൈകിയത് കൊണ്ടാണ് മോളെ നിന്നെ വിളിച്ചത്. അല്ലാതെ അവസരം നീ കിട്ടുന്ന പ്രതീക്ഷിക്കണ്ട. സ്നേഹം കൊണ്ടല്ലോ. എന്നാ ഞാൻ ഒരു സത്യം പറയട്ടെ, നമുക്ക് 5 മിനിറ്റത്തേക്ക് ഈ തള്ളം കൊണ്ട് മാറ്റി വെക്കാം. വളരെ സീരിയസ് ആയിട്ടുള്ള കോൺവെർസേഷനിലേക്ക് നമുക്ക് പോയാലോ? ഓക്കെ ശരി. ഓക്കെ. ബാലി എങ്ങനെ ഉണ്ടായിരുന്നു? ബാലി, ഈ അടുത്ത് ബാലിയിലൊക്കെ പോയില്ലേ, ബാലി എങ്ങനെ ഉണ്ടായിരുന്നു? എന്നിട്ട് ഞാൻ ബാലി പോയത് തള്ളിന്ന് പറയാനല്ലേ? അയ്യോ അല്ല, വളരെ സീരിയസ് ആയിട്ട് ഈ പ്രോഗ്രാം തള്ളലാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം നിങ്ങൾ തള്ളാന്ന് വിചാരിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ സത്യങ്ങളും കാര്യങ്ങളും പറയും, അല്ലേ പാറു? ഞാൻ സത്യം തന്നെ പറയുള്ളൂ. ഇനി ഞാൻ ചോദിച്ചോണ്ടാന്ന് വിചാരിക്കാം, പാറു ചോദിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു ബാലി പോയത്? എങ്ങനെ പാറുവിനെ എനിക്ക് ഇഷ്ടമാണ്, ഞാൻ പാറുവിന്റെ അടുത്ത് കുറച്ച് മാറിന്നോ ബാലിയിൽ അല്ല എന്ന് വെച്ചാൽ ഇതാണ് ചെറിയ ആങ്കേഴ്സിന് അവസരം കൊടുക്കരുത് എന്റെ സീനിയേഴ്സ് എന്നോട് പറഞ്ഞത്. കണ്ടോളൂ, വലതുകാരൻ കയറി വെച്ചപ്പോ എന്നോട് പറയാം മാറി നിൽക്കാൻ. ജീവ സീനിയർ ആയിരുന്നോ? എവളുടെ മുമ്പിൽ. ഓക്കെ. അല്ല അപ്പോ ബാലിയിൽ ഞാൻ പോയിട്ട് സ്കൂബ ഡൈവിങ് ചെയ്തു. സ്കൂബ ഡൈവിങ് വെള്ളത്തിനടിയിലൊക്കെ സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതൊരു തള്ളല്ല, ഇത് വളരെ സീരിയസ് ആയിട്ട് ഈ അടുത്ത് നടന്ന കാര്യമാണ്. പറയൂല കേട്ടോ. സ്നോർക്കിലിംഗ് ചെയ്തു. പിന്നെ ഫ്ലൈ ബോർഡ്, ഫ്ലൈ ഫിഷ് കണ്ടിട്ടില്ല? ഇങ്ങനെ ഒരു സാധനത്തിന്റെ പുറത്ത് കയറുന്നത് കഴിയുമ്പോൾ അതിങ്ങനെ ത്രസ്റ്റ്, വാട്ടറിന്റെ ത്രസ്റ്റ് കൊണ്ട് തള്ളലാന്ന് വിചാരിച്ചിട്ടാണോ ഇവര് ശരിക്കും അങ്ങനെ സാധനമുണ്ട്. പിന്നെ ഒരാൾക്ക് തള്ളം പോയി കറക്റ്റ് പേരായിട്ടൊന്നും തള്ളാൻ പറ്റില്ല. പിന്നെ സ്കൈ ഡൈവ് ചെയ്തു. സ്കൈ ഡൈവിംഗ് ബാലിയിൽ സ്കൈ ഡൈവിംഗ് ചെയ്തിട്ട് എന്റെ ഇൻസ്ട്രക്ടർ എന്റെ അടുത്ത് പറഞ്ഞു, യോ വെരി ഗുഡ്, എത്ര പെട്ടെന്നാ ഞാൻ ഇത് പഠിച്ചതെന്നൊക്കെ പറഞ്ഞു. എല്ലാം ചെയ്തിട്ടുണ്ടാ? ഇല്ല. ചേച്ചി ബാലിയിലൊക്കെ പോലെ ജീവച്ചൻ ഇടക്കിടക്ക് തായ്ലൻഡാ പോകുന്നേ. അത് പറയാം, നമ്മൾ അത്രക്കാരല്ലോ, നമുക്ക് അതിന്റെ ആവശ്യം. അതെന്തിനാ നമ്മള് അതെന്തിനാ നമ്മളിപ്പോ പറയുന്നേ? എനിക്കിതൊന്നും അറിയില്ല. സ്നോർക്കലിംഗ്, പിന്നെ സ്കൂബ ഡൈവിംഗ്, പാരസെയിലിംഗ്, പാരഷൂട്ടില് നമ്മൾ ഹാങ് ചെയ്ത് നടക്കുന്നത്, പിന്നെ ഫ്ലൈ ബോർഡ്, ഫ്ലൈ ഫിഷ്, സ്കൈ ഡൈവിംഗ്. ഓ അടിപൊളി. ഇതൊന്നും ഒരു തള്ളല്ല എന്ന് ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു. എന്റെ വലിയ കഷ്ടം, പരിപാടിയുടെ പേര് ഇതാണെങ്കിൽ ഞാൻ വരൂലായിരുന്നു പണ്ട്. എനിക്ക് വളരെ ആത്മാർത്ഥമായിട്ടൊരു കാര്യം ചോദിക്കണമെന്നുണ്ട്, പക്ഷേ ഈ പരിപാടിയുടെ പേര് കാരണം അത് ചോദിക്കാൻ പറ്റുന്നില്ല. വിത്ത് യുവർ പെർമിഷൻ ഞാൻ ചോദിക്കുക, ഈ അടുത്ത് വളരെ നല്ലൊരു ഇനീഷ്യേറ്റീവ് തുടങ്ങി നവ്യ, പ്രീ ലവ്ഡ് ത്രിഫ്റ്റ്. അതൊരു നല്ല ഒരു ഇനീഷ്യേറ്റീവാണ്. അതിനെപ്പറ്റി 2 വാക്കുകൂടെ പറഞ്ഞിട്ട്, ഇത് തള്ളല്ല, ഇത് നിങ്ങൾക്കൊക്കെ ഇത് കേൾക്കാം, നിങ്ങൾക്കൊക്കെ ഇതിലൊരു ഭാഗമാകാം കേട്ടോ. യു കണ്ടിന്യൂ. അത് എന്തെന്ന് വെച്ചാൽ കുറച്ച് ഓൾഡ് സാരീസ് ഒക്കെ ത്രിഫ്റ്റ് സെയിൽ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടെന്ന് എൻ്റെ സോഷ്യൽ മീഡിയ ടീം എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ അങ്ങനെ അത് ഇടാം. അതിന് ഒരു തരത്തിലുള്ള പബ്ലിസിറ്റിയും കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ ഞാൻ വെറുതെ ഇതൊരു പേജായിട്ട് അവരെന്നെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അവർ വീട്ടിൽ വന്ന് ഫോട്ടോസ് കുറച്ച് സാരീസിൻ്റെ എടുത്തുകൊണ്ട് പോയി. അങ്ങനെ അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഓരോന്നായിട്ട് എനിക്ക് സോഷ്യൽ മീഡിയ എൻ്റെ ടീമിൽ നിന്ന് അയച്ചിരുന്നു, നവ്യ നായർ പ്രീലൗഡ് സാരി തുടങ്ങി, മറ്റേത് മറിച്ചത്, ഇത് ഇന്ത്യയിൽ പലരും പണ്ട് ചെയ്തിട്ടുള്ളതാണ്, പക്ഷെ മലയാളത്തിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലായത് ഇത് വൺ ഓഫ് എ കൈൻഡ് ആണെന്നും ഇത് പുതിയതായിട്ട് ചെയ്യുന്നതാണെന്നും. പക്ഷേ ഞാൻ ഒരിക്കലും അത് ആ രീതിയിൽ ഒരു പബ്ലിസിറ്റി ആവുമെന്ന് വിചാരിച്ചില്ല. ഇത് സോഷ്യൽ മീഡിയക്ക് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഉണ്ടല്ലോ. അപ്പോൾ അത് കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു, അത് എന്തുകൊണ്ട് നിങ്ങൾ പാവപ്പെട്ട ആർക്കെങ്കിലും കൊടുത്തുവിടാ, ഫ്രീ ആയിട്ട് കൊടുത്തുവിടാ. പക്ഷേ ഞാൻ അതിനകത്ത് സെയിൽ ചെയ്യുന്നതൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള സാരീസ്, അതൊക്കെ വളരെ നോമിനൽ പ്രൈസിനാണ് സെയിൽ ചെയ്തത്. അപ്പോൾ ഇത് സെയിൽ ചെയ്യുമ്പോൾ തന്നെ ഞാൻ വിചാരിച്ചിരുന്നു ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പം അങ്ങനെ നമുക്ക് ജീവിക്കേണ്ട ഒരു ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് അതിൽ നിന്ന് എന്ത് പൈസ കിട്ടിയാലും അത് നീഡി ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ നമ്മുടെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇപ്പം എല്ലാം നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യുമല്ലോ. അപ്പം ഞാൻ ഇത് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഇരുചെവി അറിയാതെ കൊടുക്കല്ലേ ചെയ്യേണ്ടത്, ഞാനിത് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, പഴയ സാധനം നാട്ടുകാർക്ക് കൊടുക്കും, ഇത് പറയുന്നു വിചാരിച്ചിട്ടാണ് ആദ്യം തന്നെ ഇതിൻ്റെ കോസിനെ പറ്റിയൊന്നും പറയാതിരുന്നത്. അങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു നിങ്ങളുടെ പഴയത് ഇത്രയും പഴയ നല്ലതൊന്നും എടുത്തില്ല. അപ്പം പിന്നെ അതിന് കുറേ നെഗറ്റീവ് വന്നു എന്നൊക്കെ എൻ്റെ അടുത്ത് എൻ്റെ പേരൻസ് ഒക്കെ പറഞ്ഞു കമൻസിലൊക്കെ ഇങ്ങനെ. പക്ഷേ ഇത് വളരെ സിമ്പിളായിട്ട് പോകുന്നൊരു കാര്യമായിട്ട്, കാരണം ഞാൻ ഒരുപാട് ഷോപ്പഹോളിക് ആയിട്ടുള്ള ഒരാളല്ല, എനിക്ക് ഒരുപാട് ഡ്രസ്സസ് ഒന്നും ഇല്ല. അപ്പോൾ ഉള്ള സാധനങ്ങൾ ഇങ്ങനെ ചെയ്തിട്ട്, കാരണം ഞാൻ ഒരു കാഞ്ചീപുരം സാരി, എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാഞ്ചീപുരം സാരി ഏതെങ്കിലും ഒരു അഗതി മന്ദിരത്തിൽ കൊണ്ടുപോയി കൊടുത്താൽ അവർക്ക് നമ്മുടെ നാട്ടിലെ ഈ ചൂടത്ത് ഈ സാരിയുടെ ചൂടും കൂടെ ആയിട്ട് ഒരിക്കലും അത് യൂസ് ഇല്ല. അവർക്ക് യൂസ് ഉള്ളത് ഞാൻ ഗാന്ധി ഭവനിൽ പോയിട്ട് ബെഡ്ഷീറ്റും പില്ലോ കവറും ആൻറ്റിമാർക്കൊക്കെ ഇടാനുള്ള നൈറ്റിയും അങ്ങനെയുള്ള സാധനങ്ങളാണ് ചെയ്തത്. അപ്പോൾ ഇതിനെ നെഗറ്റീവായിട്ട് കണക്കാക്കാത്ത ഒരുപാട് പേര് അത് ബൈ ചെയ്തു. അതെ, തീർച്ചയായും. അപ്പോൾ അവരോടൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. നിങ്ങളുടെ സ്നേഹമാണ് ഞാൻ അവരിലേക്ക് എത്തിച്ചത്. ഐ എം ജസ്റ്റ് കാരിയർ ഫോർ ദാറ്റ്. അതെ, ആ ഇനിഷ്യേറ്റീവ് ഉഗ്രനായിട്ട് നടക്കട്ടെ. തൽക്കാലം നമുക്ക് നെഗറ്റിവിറ്റി ഒക്കെ മാറ്റി വെക്കാം. ഇവിടെ ഫുൾ പോസിറ്റിവിറ്റി ആൻഡ് ഫുൾ തള്ളൽ മാത്രം. അങ്ങനെ തള്ളാൻ വേണ്ടി 1 ലോഡ് ആൾക്കാരെ ഞങ്ങൾ പുറത്ത് അറേഞ്ച് ചെയ്ത് നിൽപ്പുണ്ട്.
അവരകത്തോട്ട് വരാൻ വേണ്ടി തള്ളു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് എല്ലാവർക്കും വേണ്ടി ഒരു ഒറ്റ ബോഡി ഗാർഡ്. ആഹാ, അങ്ങനെയാണെങ്കിൽ ഞാൻ അവരെല്ലാരും ഇങ്ങോട്ട് വിളിക്കട്ടെ. വന്നിട്ട് ഓരോരുത്തർ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ട് കാണാം, അവരുടെ തള്ളല് കേൾക്കാം. തള്ളൽ ബോയ്സ് കേറി പോരെ. മോനെ വന്നോ. എടാ മോനെ, മോനെ അങ്ങനെയല്ല. എടാ മോനെ, എടാ മോനെ കേറി വരാൻ പറഞ്ഞപ്പോ കൊറേ പേര് വന്നിട്ട് തള്ളാൻ നിക്കുന്ന കണ്ടാ. നമ്മൾ ആരെ സെലക്ട് ചെയ്യും പാറു തള്ളാൻ ഇതിൽ നിന്ന്? എല്ലാരും നന്നായിട്ട് തള്ളുന്നാണ് എനിക്ക് തോന്നുന്നത്. ആ എല്ലാരും. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം, തള്ളല്ല, നിങ്ങൾ മൂന്നോര് നിൽക്കും, ഞങ്ങൾ പോയിക്കോളാം. ഓ തള്ളാത്തൊരു. കഴിഞ്ഞ ദിവസം നമ്മളോടൊന്ന് പറഞ്ഞു, മലയാള സിനിമയുടെ ചരിത്രത്തിൽ 40 വർഷം ശേഷം ഞങ്ങൾ എവിടെയാ ഫിലിം ഫെസ്റ്റിവലിൽ കയറുന്നത്, തള്ളാണെന്ന് ദൈവത്തിനറിയാം. എങ്ങനെയുണ്ട്? ദൈവമേ, അല്ല അത് തള്ളല്ല, അത് തള്ളല്ല. സെറ്റുകളിൽ നിന്ന് സെറ്റുകളിലേക്ക് ഇങ്ങനെ പാറി പറന്ന് നടക്കണം, വെട്ടാൻ പോലും സമയമില്ല. അതിനാണ് ക്യാൻ ഫെസ്റ്റിവലിനും പോയേക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞതോടെ അത് കഴിഞ്ഞ് ഒന്നര മാസത്തെ UK ട്രിപ്പ് പങ്കെടുത്തോ? സിനിമ ഇപ്പൊ സ്യൂട്ടൊക്കെ തച്ച് വെച്ചിട്ടുണ്ട്. അല്ല ഇത് തള്ളാണോ സത്യാണോ? പോയോ നിങ്ങള്? അല്ല ഇന്നൊന്നും പറയണ്ട. ഉടനെ പോകും. കാനറ ബാങ്കിന്റെ എന്തോ ഫെസ്റ്റ് ആണ്, അതാണ് ക്യാൻ ഫെസ്റ്റ്. ഇന്നത്തെ ദിവസം എന്ത് തള്ളാനാണ് പറഞ്ഞ, ഉന്താനല്ല. നസീർ സംക്രാന്തി എന്താ വേണ്ടാത്തറിയോ? കൂബട ഇങ്ങനെ പോയിട്ട് തന്നെയാണ് വെള്ളത്തിൽ ചാടിയിട്ട്. ഏതാണ് മനസ്സിലായില്ല. മനസ്സിലായി ആ തമാശ മനസ്സിലായി. ഇല്ല അതുകൊണ്ട് മനസ്സിലായില്ല. ഒന്നുകൂടെ പറഞ്ഞു റിപ്പീറ്റ് ചെയ്യണം. സ്കൂബ ഡൈവിങ്ങിന് പോയി എന്ന് പറഞ്ഞില്ല, അതുപോലെ സ്കൂബ ഡൈവിങ്ങിന് പോയിട്ട് തന്നെയാണെന്ന്. ഞാനല്ലേ സ്കൂബ ഡൈവ് മനസ്സിലായി. എല്ലാരും ഒന്ന് കൈയടിച്ച നിലവാരം വേണം, അതിന് കൈയടിക്കുക. തിരിച്ചേട്ടിന് വേണ്ടി നമുക്ക് ചിരിച്ചു തള്ളിയേക്കാം. അതെ, അല്ല അതെനിക്ക് മാത്രം മനസ്സിലാവുള്ളൂ. നമ്മളെല്ലാരും വെള്ളത്തിൽ ചാടി ടിനിയുടെ തള്ളി നമുക്ക് അവിടെ. അതുകൊണ്ടല്ല, ഇവൻ പറയുന്ന ചില തമാശകള് വളരെ ബൗദ്ധികപരമാണ്. അതുകൊണ്ടാണ് മനസ്സിലാവില്ല. അത് നസീർ സംക്രാന്തിക്ക് മനസ്സിലാവൂല. അക്രുചേട്ടന് കിട്ടി. അക്രുചേട്ടന് കിട്ടിയില്ല, വേറെ ആർക്ക് കിട്ടും? ഏത് ഫിലോസഫി കിട്ടി. പിന്നെ ഞാൻ താഴെ നിന്ന് ചിരിക്കാൻ പാടുപെടുവായിരുന്നു. ചേട്ടാ, നിങ്ങളുടെ ഒരു ബന്ധം വെച്ചിട്ട് പൊതുവെ എങ്ങനെ ടിൻചേട്ടൻ ഭയങ്കര തള്ളാണോ? എന്നെ ഏറ്റവും കൂടുതൽ തള്ളിയിരിക്കുന്ന ഇവനാണ്. ഞങ്ങളെ തള്ളി താഴെ ഇടുന്നതിനെ പറ്റി അല്ല, കാരണം ഒരു സ്റ്റൂളെ കയറണം എന്നെ തള്ളണം. അതുപോലെ എവിടെ കയറി നിക്ക്, ഒരു ശ്രദ്ധയുണ്ട് പുള്ളിക്ക്, അങ്ങനെ തള്ളിയിട്ടുണ്ട്. പക്ഷെ ഒരു തള്ളിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയ ആളാണ് ടിനിച്ചേട്ടൻ. സുരേഷ് ചേട്ടന്റെ മോടെ കല്യാണത്തിന് ഗംഭീര തള്ളായിരുന്നു. ഈ തള്ളല്ല, അതെന്താ ചെയ്തെന്ന് പറഞ്ഞാല് തിരക്ക് തിരുവനന്തപുരത്തെ കാര്യങ്ങൾ കുറച്ച് നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഗസ്റ്റുകളെ നോക്കിയിട്ട് അപ്പൊ MP-മാര് MLA-മാര് അവിടെ നിന്നുള്ള BJP-യുടെ ദേശീയ ആൾക്കാർ മറ്റൊക്കെ ഉണ്ട്. അപ്പൊ നവ്യായിട്ട് നമുക്ക് വർഷങ്ങളായിട്ട് പരിചയമുള്ള. അപ്പൊ എനിക്ക് ഉത്തരവാദിത്വം, എനിക്ക് നവ്യേനെ അവിടെ, എനിക്ക് പ്രിഫറൻസ് നവ്യേനെ ആയിരുന്നു. ഞാനൊരു ഒച്ച അങ്ങോട്ട് ഉണ്ടാക്കി, മാറിക്ക. അപ്പൊ അവര് വിചാരിച്ചു വേറെ ആരോ പ്രൈം മിനിസ്റ്റർ ഒക്കെ വീണ്ടും വന്നു. വന്നിട്ട് എല്ലാവരും പേടിച്ചങ്ങ് MP-മാരൊക്കെ മാറി നിൽക്കണം. കൂളായിട്ട് പോയി കണ്ടു. അല്ല പുറത്തിറങ്ങി അത് അങ്ങോട്ട് പോയത് ലാലേട്ടന്റെ ഇതിലായിരുന്നു. കാരണം നമ്മൾ വരുമ്പോൾ ലാലേട്ടന് നമ്മൾ ഒരേ സമയത്ത് ഫോൺ ചെയ്ത് പ്ലാൻ ചെയ്ത് ഇറങ്ങി. ലാലേട്ടന്റെ വണ്ടി പോയി, ഭാഗ്യത്തിന് എൻ്റെ വണ്ടി പോയി. അവിടെ വരെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇനി കേറുന്ന പ്രശ്നം വലിയ ഭാഗ്യമല്ല. അങ്ങോട്ട് ലാലേട്ടന്റെ കൂടെ, ഇങ്ങോട്ട് ടിനി ടോമിന്റെ കൂടെ. ഭയങ്കര ചേഞ്ച്. ഞാനതല്ല ആലോചിക്കുന്നത്, ഇതൊക്കെ സത്യമാണല്ലോ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ലല്ലോ എന്നുള്ളതാണ്. വന്നപ്പം പറഞ്ഞതായിട്ട് കേട്ടു പറയുന്നത്. എന്താണ് ഈ പ്രോഗ്രാമിന് ഞാൻ എന്തിനാ വരുന്നതെന്ന്. പക്ഷെ നവ്യ പോലും അറിയാതെ നവ്യ ഈ പ്രോഗ്രാമിൽ ട്രാക്കിൽ കയറി. അല്ല എന്താന്ന് പറഞ്ഞാല് ഈ ഒരു ട്രിക്ക് നമ്മൾ എങ്ങനെയാന്ന് ചെയ്തു കഴിഞ്ഞാൽ, ലുലു ഭയങ്കര ഫംഗ്ഷൻ, അതായത് ഒത്തിരി പേരുണ്ട്. അപ്പൊ നമ്മുടെ ഒരു കൂട്ടുകാരുണ്ട് ഷൈജോ എന്ന് പറഞ്ഞൊരുത്. എന്നുവെച്ചാൽ കുറെ കാലഘട്ടം മുമ്പാണ്, നമ്മളെ തിരിച്ചറിയ പോലുമില്ല. ഇവൻ പുറത്ത് ചാടിയിട്ട് മാറിയെന്ന് പറഞ്ഞു. അപ്പൊ വലിയ ആളാ വന്നോന്ന് വെച്ചിട്ട് ഏറ്റവും മുന്നിൽ പാർക്ക് ചെയ്തിട്ട് ഞാൻ ഇറങ്ങി പോകേണ്ട പാർക്കൊന്നും മനസ്സിലായി. അപ്പൊ അത് നല്ലൊരു ടെക്നിക്കാണ്. നമ്മുടെ കൂടെ ഉള്ള ഒരാള് അതുപോലെ തന്നെ ടോള് കൊടുക്കേണ്ട സമയത്ത് പൊക്ക് എന്ന് പറയുമ്പോ അവര് അറിയാണ്ട് പേടിച്ചു പോക്കും. പോയതാരാന്ന് അറിയാൻ പറ്റും.
ഇതേ ഞാൻ കാര്യം പറയട്ടെ, ഇതേവരെ തമ്മിലുള്ള മത്സരമായി കേട്ടോ. നിങ്ങൾ വല്ലതൊക്കെ പറഞ്ഞ സ്ക്രീൻ സ്പേസ് കിട്ടും. അല്ല, ഈ എപ്പിസോഡ് വരുന്നതോടുകൂടി ഈ ഐറ്റം നിൽക്കും. ഫ്ലവേഴ്സ് കോമഡി തള്ളലിൽ അടുത്തായിട്ട് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്ന ഐറ്റം എന്താണ്? എന്താ? നമ്മുടെ തന്നെ മ്യൂസിക്കൽ വൈഫ് എന്ന് പറഞ്ഞ ഷോ ഉണ്ട്. അതിലൊരു ബ്യൂട്ടിഫുൾ കണ്ടസ്റ്റന്റ് ഉണ്ട്, ആസാദ്യ പ്രതിഭയാണ്. ആതിര ജനകന്റെ ഒരു കിടിലൻ പാട്ടായാലോ? ആവാം. എന്നാ വിളിക്ക്. ലെറ്റ്സ് വെൽക്കം ഫ്ലവേഴ്സ് കോമഡി തള്ളൽ. തള്ളൽ. എന്താണ് അടുത്ത ഐറ്റം?
ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെയുടെ ഭാഗമായിട്ടാണല്ലോ ഫ്ലവേഴ്സ് കോമഡി തള്ളൽ നമ്മൾ അവതരിപ്പിക്കുന്നത്. ഓക്കെ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെയുടെ പ്രധാനപ്പെട്ട ഐറ്റം എന്താ? സ്കിറ്റ്. അപ്പൊ പിന്നെ തള്ളലിൽ സ്കിറ്റ് ഇല്ലാതെ എന്താ ആഘോഷം? ഇല്ല. അടുത്തായിട്ട് വരാൻ പോകുന്നത് ഒരു കിടിലൻ സ്കിറ്റ്. മോളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ വീട്ടിലെ പണിയൊന്നും എടുക്കണ്ടെന്ന്. വീട്ടിലെ പണിയെടുക്കാൻ നല്ലൊരു പാപ്പേനെ പഠിച്ചോൻ തന്നിട്ടില്ലേ? മോള് പോയിട്ട് റെസ്റ്റ് എടുക്കേ. പോടി ഇറങ്ങാണ്ട് പോ. എന്റെ ബാപ്പ ഇവിടെയൊന്നും വൃത്തിയായില്ല. തുടക്കേ അല്ലോ. ആ പിടിഞ്ഞു തുടക്ക അങ്ങനെ തന്നെ. റൂമാനെ ആട് ജീവിതം പോലെ ആയല്ലടാ എന്റെ വീട് ജീവിതം. ഓക്കെ, ഇപ്പൊ സുഖമില്ലാത്ത കൊണ്ടല്ലേ ഈ പ്രകടന പത്രിക അല്ല ഇതിന്റെ ലക്ഷണാ. പ്രഗ്നന്റ് ആയ കൊണ്ടല്ലേ? അല്ലേ ലോൺ തന്നെ എടുക്കൂലേ? നിന്റെ ഉമ്മ മരിച്ചിട്ട് 15 കൊല്ലായി. അന്ന് തുടങ്ങിയ വീട് പണിയാണ്. ഇന്നേ വരെ എനിക്ക് ഒരു സ്വസ്ഥത കിട്ടിയിട്ടില്ല. അതിന് വേണ്ടിട്ടല്ലേ ഞാൻ കല്യാണം കഴിച്ചേ. നിന്റെ കല്യാണം കഴിച്ചിട്ട് നിന്റെ ഓളാങ്കി നിന്റെ ഓള കാര്യം ഞാൻ നോക്കണം. ഓക്കാങ്കിൽ എല്ലാ വർഷവും പ്രകടന പത്രിക. പ്രഗ്നന്റ് എന്റെ ബാപ്പ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടുത്തെ വീട്ടുപണിയെല്ലാം എടുക്കാനും ഓളെ നോക്കാനും ഒരാളല്ലേ വേണ്ടേ? അതെ, നമുക്കൊരു ഹോം നേഴ്സിനെ വെക്കാം. ഹോം നേഴ്സിനൊക്കെ വെച്ച് കഴിഞ്ഞാൽ വലിയ ചെലവല്ലേ. ഓക്ക് മാസം ശമ്പളം കൊടുക്കണം. വലിയ പണിയാണ്. പിന്നെ എന്തെന്നാ ചെയ്യാ? ഇവിടെ ഒരു പെണ്ണ് വരണം. പെണ്ണ് വേണമെന്നാ? മനസ്സിലായിട്ടില്ല. അതാ ഇത് ഇവിടെ ഒരു കല്യാണം കഴിക്കണമെന്ന്. കല്യാണം കഴിച്ചോണ്ടൊരു പെണ്ണിനെ കൊണ്ടുവരണോ? സത്യായിട്ട്? അല്ലാണോ? നീ എന്തിനാ കരയുന്നേ? കരയുന്നല്ല, സന്തോഷം കൊണ്ടാണ്. അതെയാ? അല്ല പാപ്പ, എന്നേരം പിന്നെ നാട്ടുകാരിലെന്നാ പറയാ? നാട്ടുകാര് പലതും പറയും. അതൊന്നും നമ്മൾ ചിന്തിക്കാനേ പാടില്ല. എന്താ? ഞാൻ കാണിച്ചൊരു ഒറ്റ മിനിറ്റ്. ഇതാ നാട്ടുകാർ ചിന്തിക്കാതിരിക്കാൻ വേണ്ടിക്കടാ. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുകയില്ല. നമ്മൾ നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുക, അതാണ് നമ്മുടെ ജീവിതം. നിങ്ങൾ ഈ റീൽസ് എല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് ഭ്രാന്തായിട്ടേ? എടാ നിനക്കാണ് ഭ്രാന്ത്, എനിക്കല്ല ഭ്രാന്ത്. നീ ഇതുവരെ സോഷ്യൽ മീഡിയക്ക് ഇതുവരെ ഒന്നും വന്നിട്ടില്ല. നീ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവണം. ആക്റ്റീവ് ആവണം. എന്റെ ബാപ്പ നിങ്ങൾ പറഞ്ഞ സത്യം തന്നെയാ. കല്യാണം കഴിക്കണം. പക്ഷെ സമ്മതിക്കൂല. നീ സമ്മതിക്കൂലേ? ഞാനല്ല, എന്റെ ഓള് സമ്മതിക്കൂല. ഓളെ സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പിന്നെ ഞാൻ ഓളെ സമ്മതിപ്പിക്കൂലേ? എന്നാ പിന്നെ അനക്ക് പൂർണ്ണ സമ്മതാണ്. നിങ്ങൾ ഓളോട് പറഞ്ഞിട്ട് ഓളെ സമ്മതമാണ്. അത് ഞാൻ സമ്മതിപ്പിച്ചോളാം. ആയിക്കോട്ടെ. ഞാൻ റെസ്റ്റിലാ. എനിക്ക് ഫുള്ള് റെസ്റ്റ് എടുക്കാൻ പറ്റിയ ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിട്ടാണ് എന്നെ വിളിക്കുന്നത്. നീ ലേഖടിക്കാണ്ട് വേഗം വാ. നീ ഈ അവസ്ഥയെ നമുക്കറിയാം. നീ പണിയൊന്നും എടുക്കൂല, ഭയങ്കര വിഷമത്തിലാന്നറിയാം. ഈ വീട്ടിലെ പണി മൊത്തം എടുക്കുന്ന ഞാനാണ്. നിന്റെ കെട്ടിയോനാങ്ക് ഒരു പണിയും എടുക്കൂല. അപ്പൊ ഈ വീട്ടില് ഒരു പെണ്ണ് വരണം. അതെന്താ പാപ്പ എന്നെ കണ്ടിട്ട് പെണ്ണായിട്ട് തോന്നുന്നില്ലേ? നീ പെണ്ണ് തന്നെ, പക്ഷെ നല്ലൊരു പെണ്ണ് വേണം. ഓ, വീട്ടു ജോലിക്കുള്ള ആളുടെ കാര്യമാണ് പറഞ്ഞേ. ഇത് ഞാൻ പറയാനിരിക്കുവായിരുന്നു പാപ്പ. വീട്ടു ജോലിയും ചെയ്യണം, നമ്മുടെ കുടുംബകാര്യങ്ങളെ നോക്കി നടത്താൻ പറ്റിയ ഒരു പെണ്ണ്. ബാപ്പ എന്താ ഉദ്ദേശിക്കുന്നേ? ഞാനൊരു പെണ്ണ് കെട്ടിയാലോ? എന്റെ ബാപ്പ ഈ പ്രായത്തിലാ? എന്താ കുഴപ്പമുണ്ടോ ഈ പ്രായത്തിന്? അല്ല, പ്രായത്തിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇക്ക സമ്മതിക്കൂല. ഇക്ക സമ്മതിച്ചൂന്ന്. ഓനോട് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോണ്ടല്ല, ഓനിങ്ങനെ തുള്ളിച്ചാടി നടക്കുകയും. അല്ല, ഈ പ്രായത്തില് ഏടെന്ന് പെണ്ണിനെ കിട്ടും? ഇത് നോക്കിയാ ഇതിങ്ങനെ തോണ്ടി വിട്ടു കഴിഞ്ഞാല് ഇഷ്ടം പോലെ പിള്ളേർ ഇങ്ങനെ ക്യൂ നിൽക്കും. ഞാൻ സിംഗിൾ ആണ്, ഫ്രണ്ട്ഷിപ്പ് താല്പര്യമുണ്ട്, പ്ലീസ് കോണ്ടാക്ട്. ഇപ്പൊ വിളിച്ചാൽ ഈ മുറ്റത്ത് വരൂ. എന്റെ ബാപ്പ ഇത് ഫേക്ക് ആൾക്കാരാണ്. അപ്പൊ ദുബായ് പോണ്ടി വരും അല്ലേ? ഷെയ്ക്കിന്റെ ആൾക്കാരല്ലേ ഇത്? അയ്യോ അതല്ല, ഇത് ഫേക്കിന്റെ ആൾക്കാരാണെന്ന്. അതെ ബാപ്പാക്ക് ഇങ്ങനത്തെ പെണ്ണുങ്ങളൊന്നും വേണ്ട. നല്ല നാട്ടും പുറത്തുള്ള ശാലീന സുന്ദരികളായ ബാപ്പാക്ക് കഞ്ഞി വെച്ച് തരുന്ന, ചൂടുവെള്ളം ഉണ്ടാക്കി തരുന്ന, കുഴമ്പിട്ട് തരുന്ന നല്ല മൊഞ്ചത്തി ഹണി റോസിനെ പോലത്തെ പെണ്ണ്. അതല്ലേ നീ ഉദ്ദേശിച്ചത്? എന്റെ ബാപ്പ 24 മണിക്കൂർ ഈ ഫോണിൽ കുത്തിക്കൊണ്ടിരുന്നാണ് ഈ പ്രശ്നം മൊത്തം. എന്റെ പൊന്നു മോളെ, ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാല് ഞാൻ ഓളെ നോക്കിയിരിക്കുമല്ലോ, അപ്പൊ ഫോണൊക്കെ വിട്ടു പോവല്ല. അല്ല, അപ്പൊ വീട്ടിലെ പണിയൊക്കെ ആരെടുക്കും? ഞാൻ ഓളെ നോക്കിക്കൊണ്ട് മൊത്തം
മൊത്തം ഞാൻ വീട്ടുപണി എടുപ്പിക്കും. എന്നാ പിന്നെ കല്യാണത്തിന് ഞാനും സമ്മതിച്ചു. സമ്മതിച്ചാ? അല്ല പെണ്ണിനെ എവിടെ നിന്ന് കിട്ടും? ഒരു ബ്രോ ഉണ്ടല്ലോ സുഹൃത്ത്, ഏത് ബ്രോ? ബ്രോക്കർ ഉണ്ടല്ലോ, ആ ഓന്റെ അടുത്ത് അങ്ങ് നല്ല പെമ്പിളറുണ്ട്. ആ. കാര്യം ചെയ്യാ, ഓനെ പോയി കണ്ടിട്ട് നല്ല പെമ്പിളുണ്ടോ നോക്കിട്ട് വരാം. ഓക്കെ? വയസ്സാം കാലത്ത് ഓരോ പൂതി. പഠിച്ചോനെ ഓള് കല്യാണത്തിന് സമ്മതിക്കണേ. നമ്മളെന്തേ കാണണേ? അല്ല പള്ളി പോലും പോവാത്ത നിങ്ങൾ പ്രാർത്ഥിക്കണ? ഓരോ പ്രാർത്ഥനക്കും ഓരോ കാരണം ഉണ്ടല്ലോ. എന്തോ ഒരു കള്ളലക്ഷണം ഉണ്ടല്ലോ. ഒന്നുമില്ല. എന്തോ ഒരു കള്ളലക്ഷണം ഉണ്ട്. അല്ല എന്നോട് വാപ്പ എന്തും പറഞ്ഞാ? പാപ്പ എന്തെല്ലോ പറഞ്ഞു. എന്തെന്ന് പറഞ്ഞത്? എന്തെല്ലോ പറഞ്ഞു. എന്നാന്നൊന്ന് പറഞ്ഞതാ? ആ ഒരു കല്യാണ കാര്യം പറഞ്ഞു. കല്യാണക്കാരി പറഞ്ഞേ? പറഞ്ഞു. എന്നിട്ട് നീ സമ്മതിച്ചാ? ഞാൻ സമ്മതിച്ചു. എനിക്ക് 100 വട്ടം സമ്മതമാ. ഇക്കാക്ക് സന്തോഷാണ്. അനക്ക് പിന്നെ സന്തോഷമല്ല നിക്കോ മോളെ, നീ ഭയങ്കര ഫോർവേഡ് ആണല്ല. പിന്നല്ല, എന്റെ ഇക്ക നിങ്ങൾ ഏത് ലോകത്തായി ജീവിക്കുന്നേ? ഇന്നത്തെ കാലത്ത് 2ാം കെട്ടെന്ന് പറഞ്ഞ പുതിയ കാര്യമൊന്നും അല്ല. ഈ വെറും ഫോർവേഡ് അല്ല, ഫോർവേഡ് ബ്ലോക്കാ. നമുക്ക് കല്യാണം നല്ല ആർഭാടായിട്ട് നടത്തണം. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് 4 പേരും അറിഞ്ഞുകൊണ്ടുള്ള കല്യാണം മതി. അല്ല നമ്മള് 3 പേരല്ലേ ഉള്ളൂ. ബ്രോക്കർ ഉണ്ടല്ലോ, ഓ ഓനും കൂടി അറിഞ്ഞിട്ട് ഓനടുത്ത് ഞങ്ങൾക്ക് നല്ല കിളി പോലത്തെ പെണ്ണുണ്ട്. കിളി പോലത്തെ പെണ്ണ് വേണ്ട, ഇവളെ പോലെ ചിലക്കലായിരിക്കും, ഒരേ ചിലക്കലായിരിക്കും. എന്നാ മണി പോലത്തെ പെണ്ണിനെ മതി. എന്നാ വേണ്ട, നമുക്ക് നല്ല ഹണി പോലത്തെ പെണ്ണിനെ കഴിക്കാം. ഹണി ആയാലും മണി ആയാലും വേണ്ടില്ല, വീട്ടിലെ പണി ചെയ്യണം. അത് ചെയ്യും, ഓള് ചെയ്യുന്നു. ആ ഇല്ലെങ്കിൽ കാണാം. എന്തായാലും ചെയ്യൂ. നമുക്ക് കുറച്ചാൾക്കാരെ വിളിച്ചു. നിന്നോടല്ല ഞാൻ പറഞ്ഞിട്ട് ആൾക്കാരെ വിളിക്കണ്ട, ബിരിയാണി കൊടുക്കണ്ട നിന്ന് എത്ര പ്രാവശ്യം പറഞ്ഞോട്. വേണ്ട. അല്ല ആ കുറയ്ക്കുന്ന സാധനത്തിനെ കെട്ടിട്ടിക്കണോ? അയ്യോ അത് പട്ടിയല്ലേ, വാപ്പ എങ്ങ് പോരി. അസ്സലാമലൈക്കും. എന്തൊക്കെയാണ്? ഇതാരാ? ഇത് നമ്മളെ മോൻ റഹ്മാൻ. എന്തായാലും കറക്റ്റ് സമയത്ത് ഞങ്ങൾ വിളിച്ചത്. കുറച്ച് പുതിയ കുട്ടികൾ അഡ്മിഷൻ എടുത്ത് നിൽക്കുന്ന സമയാ. ഏത് സ്കൂളിലെ മാഷങ്ങള്? സ്കൂൾ മാഷല്ല, ബ്രോക്കറാണ്. കുട്ടികൾ പുതിയ വന്നിക്കണം, അതാ ഞാൻ പറഞ്ഞത്. കൊണ്ടോട്ടി ജമീല, വടകര സാജിദ. ഈ വടകര സാജിദയല്ലേ ഇന്നത്തെ ഒരു പീടിയന്റെ ഉള്ളിൽ പാഞ്ഞും കയറിയേ? വീടിന്റെ ഉള്ളിൽ പാഞ്ഞു കയറാനോ? പുറത്തിറങ്ങാത്തൊരു പെൺകുട്ടിയാണല്ലോ. ബ്രേക്ക് പൊട്ടിയിട്ട് ബസ്സല്ലേ ഇത്? ബസ്സിന്റെ പേരല്ലേ? ബസ്സല്ലട, പെണ്ണാണ്. പെണ്ണാ? നല്ല നവ്യ നായര ഫിഗർ ഉള്ള ഒരു കുട്ടിയുണ്ട്, അതാക്കിയാലോ? ഇവിടെ നായരും നമ്പ്യാരും നമുക്ക് പറ്റൂല. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. പറ്റിയേ നന്ദനം ഞാനേ കണ്ടിട്ടുള്ളൂ, ബാപ്പ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. പയ്യാനക്കില് മൈമൂന. പയ്യുവാനയല്ലേ ഉണ്ടാവുമല്ലേ വീട്ടില്? പയ്യാനക്കിൽ സ്ഥലത്തിന്റെ പേരാണ്. എങ്ങനെയുണ്ട്? ഇത് മതി. ഇത് മതിയാ? അത് നോക്കി. അയ്യോ സൂപ്പർ പെണ്ണിട്ടാ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. ഇവരെന്ത് സെലക്ഷൻ നോക്കിയേ, ഭയങ്കര സെൻസാ. എന്തായാലും പെണ്ണിനെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായ സ്ഥിതിക്ക് ബാക്കി കാര്യങ്ങൾ ഞാൻ തന്നെ പോയി സംസാരിക്കാം. സന്തോഷത്തിന്റെ ഭാഗമായിട്ട് ഒരു 10,000 റുപ്യ ഇപ്പൊ തന്നെ ഗൂഗിൾ പേയിലേക്ക് അയച്ചോളി. അല്ല ഒരു 10,000 കൂടെ പിന്നെയും വന്നല്ലോ. ഞാനിട്ടിട്ടുണ്ട്. രണ്ടാളും ഇട്ടോ? കുടുംബസ്നേഹം, കുടുംബസ്നേഹം അതാ വേണ്ടത്. ഞാൻ കൊടുത്തോളൂല്ലേ? എന്റെ മോനെ പൊരയിലേക്ക് 10 റുപ്യക്ക് മത്തി വാങ്ങിക്കത്ത ഇവനാ. എന്റെ 2ാം കെട്ടിന് പൈസ അല്ല എന്താ പാപ്പ എന്താ പറഞ്ഞ 2ാം ഘട്ടം? എന്റെ 2ാം കെട്ടാണല്ലോ നടക്കാൻ പോകുന്നത്. നിങ്ങളെ 2ാം ഘട്ടം? എനിക്കല്ലേ കല്യാണം? എനിക്കാണ് കല്യാണം. എന്റെ പാപ്പ നിങ്ങളെന്ത് ഈ വയസ്സാം കാലത്ത് കല്യാണം കഴിക്കാനാ? നാട്ടുകാരെന്താ പറയാ? നാട്ടുകാരെ ഒന്നും പറയുന്ന ചിന്തിക്കേണ്ടതാ. കൊണ്ട് പോയിട്ടാണ് വെറുതെ ഉറങ്ങുന്ന ആളെ വിളിച്ചത് നെയ്ച്ചോറില്ല എന്ന് പറയുന്നത് കേട്ടോ. നെയ്ച്ചോറാ നിന്റെ കൊലച്ചോറ്. ഇയാളെ സ്വഭാവം മനസ്സിലായത് എനിക്ക്. ഈ പ്രായത്തിന് കല്യാണം കഴിക്കണ പോലും നീ ഞെട്ടുന്നില്ലേ? ഒന്ന് ഞെട്ട്. എന്തിനാ ഞെട്ടുന്നേ? നിങ്ങളുടെ പാപ്പായ്ക്ക് കല്യാണം കഴിക്കണോന്ന് പറഞ്ഞ് ഞാൻ 100 വട്ടം സംഭവം പറഞ്ഞു. നീ എനിക്കല്ല എന്നെ കല്യാണം കഴിക്കാൻ, എനിക്ക് കല്യാണം കഴിക്കാനല്ലേ നീ സമ്മതിച്ചേ? എന്താന്ന്? എന്റെ പെണ്ണിന് വേണ്ടിട്ടല്ലേ സമ്മതിച്ചേ? ഞാൻ ഇവിടെ ജീവനോടെ ഈ നിറവയറും വെച്ചിരിക്കുമ്പോ നിങ്ങൾക്ക് വേറെ പെണ്ണ് കെട്ടണം അല്ലേ? അല്ലല്ലേ നിങ്ങളുടെ മനസ്സിലെ പൂതി എന്താണോ? നമുക്കിത് കോടതി കാണാടോ ഈ മാറ്. ആരാടോ തന്നെ മോള്? മുട്ടക്കോയി കിട്ടുമെന്നല്ല, ഇവിടെ പെണ്ണ് കാണാൻ വേണ്ടി വന്ന ബ്രോക്കറാണ്. ഓഹോ, താനാണ് പെണ്ണിനെ കൊണ്ടുവരുന്ന ആള്? അല്ല അത് ഇവിടെ ഇത്രയും പ്രശ്നമാണെന്ന് ഞാൻ അറിയില്ലല്ലോ. മോളിപ്പോ ഇവിടെ ഒരു കാര്യം പറഞ്ഞല്ലോ, ഓനെ മൊയ്യല്ലെന്ന്. അത് സത്യാണോ? സത്യ. ഉറപ്പാണോ? ഉറപ്പാ. എനിക്ക് ആളെ വേണ്ട. കലാഭവൻ ഷാജഹാൻ, നസീർ സംക്രാന്തി, അസീസ് നെടുമങ്ങാട്, ഇതിൽ ആരെ വേണം? എന്തിനാ കല്യാണം കഴിക്കാൻ? ആർക്ക്? മോക്ക്.
കൂട്ടത്തിൽ ഞാൻ ആദ്യം ബക്രുചേട്ടനെയും തുടങ്ങാം. കണ്ണാടിയൊക്കെ വെച്ച് തള്ളാൻ റെഡി ആയിട്ട് വന്നിരിക്കുന്നത് ബക്രുചേട്ടനെയും തുടങ്ങുക. ഐശ്വര്യമായിട്ട് ഇതുവരെ ഉള്ളതൊക്കെ വിട്ടേക്ക്, മറന്നേര്. അല്ല, ഞാൻ ഇത് വെച്ച് വന്നപ്പോഴത്തേക്കിന് ഞാൻ ഒരു ഇതായിട്ട് തോന്നിയായിരുന്നു. നവ്യ ചോദിച്ചു ഇതെന്താന്ന് പറഞ്ഞ ഹെക്സഗണലാണല്ലോ ഒന്ന് ഷേപ്പ്. ഞാൻ പറഞ്ഞു അതൊന്നുമല്ല, കണ്ണാടി. നമുക്കറിയുള്ളൂ. പിന്നെ ഈ കണ്ണാടി വെച്ചതിന് കാരണം പലപ്പോഴും ഇങ്ങനെ പലരും ഈ തള്ളാണോ സ്റ്റൈലിന് വേണ്ടിയിട്ട് വെക്കുന്നതാണോ തള്ളിന്, ഇതൊന്നും അല്ല. ഈ ആള് മുന്നിൽ കൂടെ നടന്നു പോകുമ്പോ പൊടി ഐ ഇൻഫെക്ഷൻ ഇടയ്ക്കിടയ്ക്ക്. അത് ഇയാളെന്നല്ല, എല്ലാരും നടക്കുമ്പോ. അതുകൊണ്ട് ഇത്രയും ഭൂമിയിൽ നിന്ന് നമ്മൾ നല്ല ലെവലിലാണല്ലോ, ലോ ലെവലിൽ നിൽക്കുന്നതുകൊണ്ട് ഇതിങ്ങനെ വന്ന് കണ്ണിന് പ്രശ്നമായപ്പോ അങ്ങനെ വെച്ച് തുടങ്ങി അങ്ങനെ ശീലമായെന്ന് മാത്രമേ ഉള്ളൂ. ഒരിക്കലും ഇതൊരു തള്ളല്ല. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് ഐശ്വര്യമായിട്ട് ബക്രുചേട്ടൻ തള്ളി തുടങ്ങാം നമുക്ക്. കേട്ടതള്ളോ അല്ലെങ്കിൽ ഇതുവരെ പറഞ്ഞതിൽ ഏറ്റവും ഒരു ഗടാഗടിയും തള്ളൊക്കെ വെച്ച് നമുക്ക് തുടങ്ങാം. ഞാൻ അറിയാതെ എന്നിൽ ആരോപിക്കപ്പെട്ടൊരു തള്ളുണ്ട്. കാരണം വർഷങ്ങളായിട്ട് ഇവർക്കൊക്കെ അറിയാവുന്ന കാര്യം, ഒരുപാട് പ്രോഗ്രാമുകൾ ചെറിയ ചെറിയ സ്റ്റേജുകളിലൂടെ ചെറിയ പൈസ കൂട്ടി വെച്ച് നമ്മൾ അങ്ങനെ വന്ന് ഇപ്പം നിൽക്കുന്നൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയല്ലോ. അത് കിട്ടിക്കഴിഞ്ഞതിനോട് ശേഷം ചിലരൊക്കെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി, ഒരു തള്ളായിട്ട് വേണമെങ്കിൽ നമുക്കത് എടുക്കാം. മറ്റൊന്നുമല്ല, ഇവൻ ഈ ഉണ്ടാക്കിയതെല്ലാം ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ നിന്ന് കാശ് കിട്ടിയിട്ടാ. ഡോളർ ഇങ്ങനെ മാസം വരികയെന്ന്. അതുകൊണ്ട് ചെറിയ പിരിവൊക്കെ കൊടുത്ത് ആരും മേടിക്കുന്നില്ല ഇപ്പൊ. ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയല്ലേ, വലിയ പിരിവ് വേണം. പിന്നെ ഡോളറല്ലേ വരുന്നത്, അതും കൂടി പറഞ്ഞേക്കാം. ഒരു പൈസ പോലും കിട്ടൂല കേട്ടോ ഗിന്നസ് വേൾഡ് റെക്കോർഡ്, പേര് മാത്രമേ ഉള്ളൂ. പക്ഷെ നീ അന്ന് പറഞ്ഞ എന്താ 1.5 കോടി രൂപ കിട്ടി എന്ന് പറഞ്ഞാൽ അത് ഗിന്നസ് ട്രൂപ്പിൽ നിന്ന് കഴിഞ്ഞാലാണ്. അത് പറഞ്ഞ വേറൊന്നുകൊണ്ടുമല്ല, അത് കൊള്ളായിരുന്നു. നിന്നെ ചെറുതായിട്ടൊന്ന് മൂഡ് ഔട്ട് ആക്കാൻ വേണ്ടി. ഒരാൾ നന്നായി എന്ന് പറയുമ്പോ മറ്റൊരാൾക്ക് ഉണ്ടാവുന്ന സ്വാഭാവികമായ വേദന. അത്രക്ക് പൈസ കിട്ടുള്ളൂ. പിന്നെ ഇവൻ ചോദിച്ചോടാ എങ്ങനെയാടാ ഇതിനകത്ത് കയറാൻ പറ്റുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു എന്തെങ്കിലും കഴിവ് വേണം, പ്രത്യേക കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ. അങ്ങനെയാണോ? അതിനുള്ള ശ്രമത്തിലാ പുള്ളി ഇപ്പോ. അല്ല, അസീസ്ക്ക് പറയായിരുന്നു പരിശ്രമിക്കേണ്ട ആവശ്യമില്ലാന്ന്. റെക്കോർഡിൽ കയറാനാ പരിശ്രമിച്ചോണ്ടിരുന്നത്. ഗിന്നസ് റെക്കോർഡില് ഇപ്പൊ പറഞ്ഞില്ലേ? അല്ല, പൈസ കിട്ടില്ല, പിന്നെ എന്തിനാണ് പരിശ്രമിക്കുന്നത്? ഒരുപാട് പരിശ്രമങ്ങൾ ഉണ്ടായിരുന്നു. പൈസ വേണം, എന്തിനും പൈസ വേണം. പിന്നെ ഓസ്കാർ കിട്ടിയാലും പൈസ വേണം. അതുകൊണ്ടല്ലേ വേണ്ടെന്ന് പറഞ്ഞത്. അതാണ് കഴിഞ്ഞ വർഷം അങ്ങനെയല്ലേ വേണ്ടെന്ന് പറഞ്ഞു. ഒരെണ്ണം തരാന്ന് പറഞ്ഞു, പക്ഷെ വേണ്ടെന്ന് പറഞ്ഞു. പൈസ ഇല്ല. അസീസ്ക പറഞ്ഞിട്ട് പിന്നെ തുടങ്ങി ഒരു സൈഡിൽ തുടങ്ങി. അല്ല, ഞാൻ ഈ പരിപാടിക്ക് എന്നെ വിളിച്ചപ്പോൾ ഇതിന്റെ ഇത് പറഞ്ഞു, ഇത് തള്ളൽ എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഈ പ്രാവശ്യം ഞാനില്ല. കാരണം എന്ന് വെച്ചാൽ എന്റെ ജീവിതത്തിൽ ഞാൻ തള്ളിയിട്ടില്ല. സത്യം, ഞാൻ സത്യസന്ധമായ രീതിയിലാണ് ഞാൻ ജീവിച്ച് ഇതുവരെ പോയിട്ടുള്ളത്. ഇന്ന് വരെ ഒരു കാര്യത്തിലും ഞാൻ തള്ളിയിട്ടുമില്ല. കുറെ കാലം സ്റ്റാർ മാജിക്ക് പിടിച്ചു നിന്ന് തന്നെ തള്ളിയിട്ടല്ലേ. തന്നെയാണ് ഏറ്റവും വലിയ തള്ളു. അത് തള്ളല്ല, ഇതൊന്നും തള്ളേ അല്ല. ശരിക്കും അസീസ്ക്കൊക്കെ അറിയില്ല. ആ മുഖത്തോട്ട് നോക്കിയേ, ഇത്രയും നിഷ്കളങ്ക. അവൻ അന്നു ചെയ്ത തള്ളുകൾ അന്നു മറന്നു പോകുന്നു. സംക്രാന്തിക്ക് ഒരു തള്ളു. ഞാൻ തള്ളല് ഇവൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ തള്ളലിന് പറയുന്ന ഒരാളല്ല. പക്ഷെ ഇതുണ്ടായ കാര്യമാണ്. നമ്മൾ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പേരിടുക എന്നുള്ളൊരു ചടങ്ങ് ഒരു വീട്ടിലുള്ളതാണല്ലോ. എന്ന് പറഞ്ഞ പോലെ ഞാൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ ചെവിയിൽ വന്ന് എന്റെ പാപ്പ എനിക്കിട്ട പേരെന്താന്നറിയോ? എന്താ? തള്ളല്ലോ കേട്ടോ, സിനിമ നടാന്നാ. എന്നിട്ട് ആയില്ലല്ലോ. നീ കാണാത്തോണ്ടാണ്. ആ പുള്ളി ഒരു പടത്തിൽ അഭിനയിച്ചു. മമ്മൂക്ക അങ്ങനെ ചെയ്തു. മമ്മൂക്ക വാരി തരുമായിരുന്നു, മമ്മൂക്കയുടെ കൂടെ നടക്കുകയായിരുന്നു. പറഞ്ഞേട്ടാ, നീ സിനിമ കാണാത്തോണ്ടാണ് മഞ്ഞുമൽ ബോയ്സ് കേട്ടാ. ഇല്ല, ഇറങ്ങിയ പകുതി പടം കണ്ടിട്ടില്ല. അല്ല, ഇത് കറക്റ്റ് ആണ് കേട്ടോ. സിനിമ നടാന്നാണ് എന്നെ പേരിട്ടിരിക്കുന്നത്. ചിലപ്പം വരുമായിരിക്കും സിനിമ, അന്ന് കഴിയുമ്പോഴാകാമല്ലോ. അന്നേരം ഞാനിത് രജിസ്റ്റർ ചെയ്യാൻ നസീർ സംക്രാന്തി ഇത് മാറ്റി സിനിമ നടൻ നസീർ എന്നാക്കാൻ വേണ്ടി ഇരിക്കാണ്. തള്ളല്ലോ. തള്ളിയില്ല. അല്ല, നസീർ എന്നുള്ള പേര്. അപ്പൊ അച്ഛൻ ഇദ്ദേഹത്തിന്റെ വാപ്പ നസീർ സാറിന്റെ ഫാനായിരിക്കും. അതെ അതെ. അപ്പൊ അതുപോലെ ആദ്യം സിനിമ ഇട്ടിട്ടാണ് പിന്നെ നസീർ ഇട്ടത്. അത് ടിനിയേട്ടന്റെ കോമഡി മനസ്സിലാക്കി ലോൺ എടുക്കേണ്ടി. ഞാൻ ഭൗതികമായിട്ടുള്ള അല്ല, ഞാന് ഇവർ സിനിമാ നടന്റെ പേര് ഓർത്തിട്ടായിരിക്കും നസീർ ഇട്ടത്. എന്റെ അപ്പൻ എന്ത് ഓർത്തിട്ടായിരിക്കും എന്റെ പേരിട്ടെന്നാണ് ഞാൻ ഓർക്കുന്നത്. ടൈനി എന്നുള്ള അർത്ഥം പോലും കറക്റ്റ് അല്ല. വളരെ ടൈനി ആയിട്ടുള്ള ഒരാൾ. ചെന്തിലേട്ടാ എന്തോന്നും മിണ്ടാത്ത? ഇവനിട്ട പേര് ഇതല്ലേ, ഇവരെല്ലാം കൂടെ തള്ളി ഈ വീഡിയോകളെല്ലാം കൂടെ മറിഞ്ഞു വീടുമെന്നാണ് എന്റെ പേര്. ഇവര് തരുന്ന ഗ്യാപ്പ് കിട്ടിയിട്ട് തള്ളാൻ നോക്കി നടക്കത്തില്ല. എനിക്ക് ജീവൻ ഉണ്ടായിരുന്നില്ല, പിന്നെന്താ ഇങ്ങനെ പേരിട്ട്? അല്ല, എന്നെ കാണുമ്പോൾ ജീവൻ വെച്ചോട്ടെ. അയ്യോ, അത് പുറത്താക്കണം.
മോളെ പറയിപ്പിക്കണം. ഒരു മിനിറ്റ് ഇത്ര നാള് തള്ളിക്കൊണ്ട് നടന്ന് ഇവൻ മാത്രമാണ്. പറയണം. ഞാൻ പറഞ്ഞ കേട്ടോ, ഭാസ്കരൻ എനിക്കാണ് പലി കഴിഞ്ഞ് നല്ല നടുവേദന തൊണ്ടവേദനയൊക്കെ ഉണ്ടപ്പോ സൂക്ഷിച്ചു മനസ്സിലാവത്തില്ല. ജീവ എന്നുള്ള ഓമന പേര് തനിയെ ഇട്ട് ജീവ എന്നുള്ള പേര് വിളിക്കുമ്പോ നമുക്കൊക്കെ സ്നേഹം വരാൻ വേണ്ടി നമ്മളെയൊക്കെ പറ്റിച്ച് ഇത്രയും നാള് നടന്ന ഈ മനുഷ്യന്റെ ശരിക്കുള്ള പേരെന്താ? അഖിലെന്ന്. അഖിലേട്ടാ. എന്താണ് വിശേഷം? പേരിൽ അറിയപ്പെടുന്ന അഖിലേ. ഞാൻ ഒരു കാര്യം പറയട്ടെ, വേറൊരുത്തന്റെ സത്യം വിളിച്ചു പറയുന്നതല്ല ഈ പരിപാടിയുടെ പേര്. ഈ പരിപാടിയുടെ പേര് തള്ളന്ന. നീയല്ലേ ഏറ്റവും വലിയ തള്ളൽ? അല്ല, നീ ഇത്രയും നാൾ എന്റെ വീട്ടിലല്ലേ വിളിക്കുന്നത് മോനെ ജീവാന്ന. അപ്പൊ നാട്ടുകാർ വിളിച്ചോട്ടെന്ന് വിചാരിച്ചു. മോനെ എന്നുള്ള ഇൻഷ്യലാണോ? അല്ല, മോനെ. ഈ പേര് ഇപ്പൊ പറഞ്ഞില്ലേ, അതോടുകൂടി ഇവന്റെ ജീവയുടെ ജീവൻ പോയി. ഞാൻ കഷ്ടപ്പെട്ട് 5-6 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ജീവ പോയല്ലോ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഈ പേര് അഖിൽ എന്നുള്ള? പക്ഷെ എനിക്കതല്ല മനസ്സിലാവാത്തത് കേട്ടോ. നല്ലൊരു പേരല്ലേ അഖിൽ? അഖിൽ നല്ല പേരാ. അഖിലിന് പേര് നല്ലതല്ലാത്തത് കൊണ്ടല്ലേ ഇങ്ങനെ? അഖിലിന് പേര് ആൾക്കാർക്ക് അതൊരു ഭയങ്കര ഇൻസൾട്ട് അല്ലേ? ഭയങ്കര മോശമാണത്. എന്റെ ക്ലാസ്സിൽ എന്റെ ക്ലാസ്സിൽ മൊത്തം 7 അഖില്. ഞാൻ അതിൽ 6ാമത്തെ അഖില. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഒരു ചാനലിൽ മ്യൂസിക് പ്രോഗ്രാം ചെയ്യാൻ VJ ആയിട്ട് പോകാൻ നേരത്തെ എന്നോട് ചോദിച്ചു, അഖിൽ എന്നുള്ളത് ഭയങ്കര കോമൺ ആയിട്ടുള്ള പേരല്ലേ, അപ്പൊ VJ അഖിൽ എന്ന് പറയുമ്പോൾ ഒരു മാച്ച് ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ വീട്ടിൽ വിളിക്കുന്ന ജീവ, അപ്പൊ VJ ജീവ എന്ന് പറഞ്ഞാൽ രസം ഉണ്ടായിരിക്കും. ഈ സിനിമയിലൊക്കെ വരുമ്പോഴത്തേക്ക് പേര് മാറ്റത്തില്ലേ, അതേപോലെ കണ്ടാ മതി. അതേപോലെ കണ്ടാ മതി. സിനിമ വരുമ്പോ പേര് മാറ്റി, പോലെ ചാനൽ വന്നപ്പോ ഞാൻ പേര് മാറ്റി, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ പേര് മാറ്റണ്ടേ? ലോകത്ത് എന്തോരം പാർവതിമാരുണ്ട്. അഖിൽ ഇവിടെ നിൽക്കട്ടെ അല്ലേ? അല്ല, എന്താ പറയാ, അഖിലാണല്ലോ ആങ്കർ. അപ്പൊ അഖിൽ അങ്ങനെയാണെങ്കിൽ അഖിൽ അവിടെ പോകോ. അഖിൽ ഇവിടെ നിൽക്കണ്ട. അഖിൽ പോകോ ചോദിച്ചു, അഖിൽ എവിടെ നിക്കണം? സെന്തിലേട്ടാ, അഖിലെ മറക്ക കുഴിച്ചു പോണവനെ. ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കൂ, ഈ സ്റ്റാർ കണ്ട, ഇവിടാണ് നമ്മുടെ അഖിലിന്റെ സ്ഥലം. ഒരു പക്രുചേട്ടെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്ത് ഞാൻ വിചാരിച്ചു, ചെയ്തില്ല. അല്ലേ, വേറെ കാര്യം പറയട്ടെ, ഒരു അഖിലുണ്ട്, കുട്ടി അഖില്. അപ്പൊ അതായിട്ട് നമുക്ക് കൺഫ്യൂഷൻ വരാൻ ഒരു ഇൻഡസ്ട്രിയിൽ 2 അഖില് വേണ്ട. വെറുതെ അഖിൽ ഈഗോ അടിക്കണ്ട. ചേട്ടൻ ദൈവ, വെറുതെ കുട്ടികളിൽ ഒരു ഈഗോ അടിക്കണ്ടെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. അഖിലേ, എന്തോ നടുവേദനയുള്ള അഖിലിനിട്ടാലോ? ഞാൻ ചോദിച്ചത് എന്നോട് ചോദിച്ചു, പക്രുചേട്ടനെങ്കിലും ഇദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുമോ എന്ന് ചോദിച്ചു. എനിക്ക് നിൽക്കാൻ പറ്റാത്തതിന്റെ കാര്യം, അജയ് കുമാർ എന്നുള്ള ഇടിവെട്ട് പേര് മാറ്റി പക്രു എന്ന പേര് സ്വീകരിച്ച ആളാ ഞാൻ. അന്ന് എനിക്ക് ഈഗോ ഇല്ലായിരുന്നു. എന്തുകൊണ്ടാകില്ലേ? എന്നെ മനസ്സിലാക്കാൻ അജയകുമാർ ചേട്ടന് മാത്രമേ പറ്റുള്ളൂ, അല്ലേ ചേട്ടാ? ഈ കൂട്ടത്തിൽ എനിക്കറിയാം, ആരെങ്കിലും ഒക്കെ പേര് മാറ്റിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വരും മറന്നേക്ക്. ഊട്ടിക്കാരാ പറ പക്രു ചേട്ടാ, കാര്യം പറടാ. പറ. സാധനം വിട്. കേൾക്കാൻ ഞാൻ തന്നെ പറയാം. കോട്ടയത്തുകാരനായ ഒരു ഷാജി ഷാജോണായിട്ട് സൈക്കിളില്ല. ഒരു മിനിറ്റ്, നീ അനുവദിച്ചില്ല. ആരും അടിക്കരുത്. ഷാജോൻ ചേട്ടൻ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഞാൻ ചേട്ടാ പുതിയ പരിപാടിയില്ലേ നിങ്ങളുടെ? ഇത് ഐറ്റം വേറെയാണ്. കിഡിലം പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിനകത്ത് ആകെ ശ്രദ്ധിക്കുന്നത് ഷാജോൻ ചേട്ടനെ മാത്രമാണ്. നിങ്ങൾ അടിപൊളിയാണ്, പക്ഷെ കോസ്റ്റ്യൂമിന്റെ കാര്യത്തില് ഷാജോൻ ചേട്ടൻ ഓരോ ദിവസം വെറൈറ്റി ആയിട്ടുള്ള കോസ്റ്റ്യൂം ഭയങ്കര ഇഷ്ടമാണ് അത്. പക്ഷെ ഇതിപ്പോ നിങ്ങൾ ജോഗിങ്ങിനൊക്കെ യൂസ് ചെയ്യാറുണ്ടോ ഈ ഡ്രസ്? ജോഗിങ്ങിന് നടക്കാൻ പോകുന്നത് സത്യം പറ. തള്ളി വന്നപ്പോ ഞാൻ വിചാരിച്ചു മോളിപ്പൊക്കെ വെക്കാനാണ്. സത്യം പറ, രാവിലെ ഓടിക്കൊണ്ടിരുന്നിട്ട് ഷൂട്ടിനോട് ആരും ഷാജിയെ വിഷമിപ്പിക്കരുത്. ഇവനാണ് ശരിക്കും പേര് മാറ്റിയത്. സിനിമയിൽ വന്നപ്പോ സെന്തിൽ എന്നുള്ള പേരൊക്കെ മാറ്റിയിട്ട് രാജാമണി. അത് അതിന്റെ കൂടെ വീണ്ടും ചേർത്തു, സെന്തിൽ കൃഷ്ണ രാജാമണി എന്നാക്കി. ഓരോ വർഷം ഓരോ പേര് വെച്ച് ചേർക്കുവോ പേരിന്റെ കൂടെ? ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്തായാലും എല്ലാവരുടെ പേരും പറഞ്ഞു. എന്റെ ഫസ്റ്റ് പേര് എന്താണെന്നറിയോ? അത് ഞാൻ അഭിമാനത്തോടു കൂടി പറയും. പക്ഷെ 2 വലിയ തലകൾ വേണ്ട എന്ന് കരുതി ഞാൻ മാറ്റിയതാണ്. എന്റെ യഥാർത്ഥ പേര് നാദിർഷ എന്നാണ്. അതാണ് ഇവൻ അവിടെ ഇരിക്കുമ്പോ മ്യൂസിക് പോലത്തെ
വരുന്നല്ലേ അയ്യോ, അങ്ങനെയാണെങ്കിൽ അത് മാറ്റിയത് നന്നായി കേട്ടോ. അല്ല പുള്ളിക്ക് ചീത്ത പേരായി പോയി. ഷാജി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ശരിക്കുള്ള പേര് നാട്ടുകാർക്ക് അറിയാവുന്ന ആരൊക്കെ ഉണ്ട് ഇവിടെ? എന്റെ ശരിക്കുള്ള പേര് ചിലപ്പോ അറിയായിരിക്കും. ഓമന. അല്ല അല്ല, ഓമനിക്ക് എന്താ കുഴപ്പം? ഓമനിക്ക് എന്താ കുഴപ്പം? പല പല ഓമന ചേച്ചിമാർ ഈ പ്രോഗ്രാം അഖിലല്ലേ ഓമന? അത് പേര് തമ്മിലടി നാക്കും. ഞാൻ ഓമന എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ എന്റെ ഫേസ് ശ്രദ്ധിക്കണമായിരുന്നു. എന്താ അത്? എന്റെ സൗണ്ട് അല്ലേ കേട്ടോ? ഓമന. അതാണ് എക്സ്പ്രഷൻ ശ്രദ്ധിച്ചത്. അതാണ് നമ്മുടെ തെറ്റ്, നമ്മുടെ തെറ്റാ. അടുത്ത തവണ അല്ല അസീസ, അടുത്ത തവണ നിനക്കൊരു കാര്യം പറയാൻ പറ്റും. ഒരു തള്ളു തള്ളാൻ പറ്റും. ഏറ്റവും കൂടുതൽ ഓമനമാരുടെ കയ്യിൽ നിന്ന് തല്ലു മേടിച്ചാലാണ് ഞാൻ. നല്ല പേരല്ലേ ഓമന? അല്ല, നമ്മൾ ചോദിച്ച ചോദ്യത്തിന് മാറി. ഏറ്റവും സ്വന്തം പേരിൽ അറിയപ്പെടുന്ന ആരൊക്കെ ഉണ്ട്? ടിനിട്ടോ മാത്രമേ. എന്റെ പേരിന് മാറ്റമൊന്നുമില്ല. അല്ലല്ല, 3 പേരൊന്നും ഇവിടെ പറ്റത്തില്ല. അത് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഇട്ടിരിക്കുന്നു. കുറച്ചുമ്പോ പറഞ്ഞല്ലോ സിനിമ നടാന്ന്. പേര് ഒറിജിനൽ നസീർ, സിനിമ നടന്ന് വാപ്പായിട്ട പേരാണ്. വാപ്പായിട്ട പേരില്ലേ ഒറിജിനൽ? കോട്ടയം വിട്ടുകൊടുത്ത ആളാ പേരില്. അതെ അതെ ശരിയാണ്. കോട്ടയം നസീർ എന്ന് പറയുന്ന ആദ്യത്തെ നസീർ ഇദ്ദേഹമാണ്, അറിയാലോ എല്ലാവർക്കും. കോട്ടയം നസീർ എന്നുള്ള പേരിൽ ആദ്യമായിട്ട് പ്രശസ്തനാവുന്നത് നസീർ സംക്രാന്തിയാണ്. കോട്ടയം വിട്ടുകൊടുത്ത് ഇപ്പൊ കര അടയ്ക്കുന്ന കൂത്താട്ട് കൊടുത്ത കര അടയ്ക്കുന്നത്. പിന്നെ കറുകച്ചാൽ നസീർ ആയിരുന്ന കോട്ടയം നസീർക്ക് വന്നിട്ട് ഇദ്ദേഹത്തോട് ചോദിച്ചു, എടാ നിന്റെ കോട്ടയം എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കോട്ടയത്തെ ശക്തി ബാറിൽ വെച്ച് ഇദ്ദേഹം അതങ്ങ് കൊടുക്കുക. ദുർബല നിമിഷത്തിൽ അത് ഒരു ബിരിയാണി വെച്ചു കൊടുത്തിട്ട് അത് ശക്തി ബാറിൽ ഇപ്പോഴും ആ കുറ്റബോധത്തിലാണ് അത് നിൽക്കുന്നത്. ഷാജിയേട്ടാ, ശരിക്കും നടന്ന സംഭവം. നീ പറയുന്നതിന് കാര്യമുണ്ടോ? അതൊരു ശരിക്കും നടന്ന സംഭവല്ലേ? അതൊന്ന് പറയാമോ? സത്യമാണ്, ചോദിച്ചു നോക്ക്. സത്യമാണ്. ഇവര് തമ്മിൽ ഒരു അടി നടന്നിട്ടുണ്ട്. ആ ദിവസം എനിക്ക് തോന്നുന്നു പക്രോടി ഉണ്ടായിരുന്നു. പക്ഷെ അത് സെൻസർ ചെയ്യാണ്ടി വരുമോന്ന് അറിയില്ല. എന്നാലും ഞാൻ പറയും. നമുക്ക് നിങ്ങൾ സെൻസർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ പറഞ്ഞോളൂ. അല്ലെ ടിനി പറഞ്ഞു, അത് എന്തായാലും സെൻസറിങ് പോകും. ഇവര് രണ്ടുപേരും കൂടി ഒരു പ്രോഗ്രാം പിടിച്ച് കോട്ടയം നസീർ പ്രോഗ്രാമിന്റെ അവിടെ പോയിട്ട് ഓടി തിരിച്ചു വന്നേക്കാം. ഓർമ്മയുണ്ടാ? കൂടെ ശബ്ദമല്ലോ. അത് ചിരിയുടെ ഗ്യാപ്പ് വെച്ചാ ഇത് വേണം ഒരു തള്ളലായിട്ട് എടുത്തോ. അറിയോ ഇനിയേട്ടാ കണ്ണ് തുറന്നിരുന്ന് ഉറങ്ങി. സംസാരിച്ചോ, ഞാൻ സൗണ്ട് ഇട്ടോളാം. കോട്ടയം നസീർ തിരിച്ചു വന്നേക്കാം. എന്താന്ന് വെച്ചപ്പാ ഓർമ്മയുണ്ടത്? ഇവര് രണ്ടുപേരുടെ അണ്ടർവെയറിന്റെ കളർ ഒന്നായിരുന്നു. പുള്ളിയുടെ ഇട്ട് ആ പുള്ളി പോയി. അടുത്ത് തിരിച്ചു വന്നിട്ട് അന്നാണ് നസീർ പേര്. അന്ന് ഉപേക്ഷിച്ചതാണ് അദ്ദേഹം, അന്ന് ഉപേക്ഷിച്ചതാണ്. ഞങ്ങളുടെ അണ്ടർവെയറിന്റെ കളർ കറക്റ്റ് ഇതിന് മോളിൽ വെക്കാൻ ഇനിയൊരു തള്ളു ഇന്നത്തെ ദിവസം ഉണ്ടാവും എനിക്ക് അറിയില്ല. നമ്മൾ 3 പേര് അത് ഉപയോഗിക്കുന്നുണ്ട്. ആരുടെ ഓർമ്മയില്ലേ? എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ അണ്ടർവെയർ കഥയൊന്നും എനിക്കറിയില്ല. ഫ്ലവേഴ്സ് കോമഡി തള്ളൽ ഒരു നല്ലൊരു സ്റ്റാൻഡപ്പ് കോമഡി കാണുന്നതിനോട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നല്ല അഭിപ്രായം അല്ലേ? പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ചീഞ്ഞ കോമഡിയൊക്കെ കേൾക്കും. ഒരവസ്ഥ കണ്ടാ? അല്ല, ഈ ചീഞ്ഞ കോമഡി എന്ന് പറഞ്ഞിട്ട് എന്റെ മുഖത്ത് നോക്കി എന്തിനാണ്? അങ്ങനെ നോക്കിയോ? അങ്ങനെയാണെ കുഴപ്പമില്ല. എടുത്ത മൈക്ക് തിരിച്ചു വെച്ചു. ഓക്കെ പാറു, ആരാണ് സ്റ്റാൻഡപ്പ് കോമഡി? വിളിക്കട്ടെ. So let's welcome ലക്ഷ്മി ശ്രീ. ഇതാണ് ലക്ഷ്മി ശ്രീ. എവിടുന്ന വരുന്നത് ലക്ഷ്മി ശ്രീ? ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരികയാണ്. തിരുവനന്തപുരത്ത് നിന്ന് വരികയാണ്. കാഴ്ചക്കൊരു ബുദ്ധിമുട്ടുണ്ട് ലക്ഷ്മിക്ക്. നമസ്കാരം ലക്ഷ്മി. നമസ്കാരം ചേച്ചി. ട്രിവാൻഡ്രത്ത് നിന്നാ വരുന്നേ അല്ലേ? അതെ. സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആണോ ലക്ഷ്മി? കുറച്ചൊക്കെ. അടിപൊളി. എങ്ങനെയാണ് ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് വന്നത്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരു താല്പര്യം കൊണ്ട് തന്നെ വന്നതാണ്. കോമഡി ഇഷ്ടമാണ്. നല്ലൊരു ഗായികയും കൂടെ കേട്ടോ. ശബ്ദം കേട്ടപ്പോ തോന്നി ചോദിക്കാൻ വരായിരുന്നു. ഓക്കെ, അപ്പം ലക്ഷ്മി നമുക്ക് തുടങ്ങാം. ഞങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ, സപ്പോർട്ട് ചെയ്യാൻ. ഞാനും ജീവച്ചാനും ഇവിടെ. പക്ഷേ മിണ്ടരുത്. നമസ്കാരം, ഞാനൊരു സിംഗറാണ്. തിരുവനന്തപുരത്ത് നിന്നും വരുന്നു. അപ്പം നിങ്ങൾ ഓർക്കും ഞാൻ എന്താ എൻ്റെ പേരെടുത്ത് പരിചയപ്പെടുത്താത്തതെന്ന്. എൻ്റെ പേര് പറയത്തതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട് കേട്ടോ. അത് മറ്റൊന്നുമല്ല, അത്യാവശ്യം വികൃതിയും ഇച്ചിരി തലതിരിവുമൊക്കെ ഉള്ള ആളാണ് എന്ന് എൻ്റെ വീട്ടുകാർ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ടായിരിക്കും എനിക്ക് വ്യത്യസ്തമായൊരു പേരാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾ ശ്രീലക്ഷ്മി എന്ന് കേട്ടിട്ടില്ലേ? ആ, അപ്പം നിങ്ങൾ ഓർക്കും ഞാൻ ശ്രീലക്ഷ്മി ആയിരിക്കുമെന്ന്. എന്നാലല്ല, ഞാൻ ലക്ഷ്മിശ്രീ ഓമനക്കുട്ടൻ. എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ
ഒരു കാഴ്ചയില്ലാത്ത ആളാണ്. എന്നെ കണ്ട കാഴ്ചയില്ലെന്ന് പറയോ? ഇല്ല. ആ ഒരൊറ്റ കാരണം കൊണ്ട് ഞാനും അത് ആരോടും പറയാറില്ല. ഇനി ആരോടെങ്കിലും പറഞ്ഞു പോയാൽ പിന്നെ സഹതാപത്തിൻ്റെ തീമഴയായിരിക്കും. ഇവരെ സഹതപിക്കുന്നത് പോട്ടേന്ന് വെക്കാം, 8 നാളും പൊട്ട ശബ്ദത്തിലായിരിക്കും പിന്നെ എന്നോട് വർത്തമാനം പറയുന്നത്. ചില നേരം എൻ്റെ കർണപടം വരെ പൊട്ടിപ്പോയിട്ടുണ്ട്. മോളെ എന്തുണ്ട് വിശേഷം, സുഖമാണോ, ഞങ്ങളെയൊക്കെ അറിയോ? ഈ ചോദ്യം കേട്ടിട്ട് ഞാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ട്, എൻ്റെ കണ്ണിനാണോ കാതിനാണോ കുഴപ്പമെന്ന്. ഇതൊക്കെ പറഞ്ഞാലും ഈ കാഴ്ചയുടെ പ്രശ്നത്തിൽ എനിക്ക് ഒരുപാട് നല്ല അനുഭവങ്ങളും ചീത്ത അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലൊരു അനുഭവം ഞാൻ പറയാം കേട്ടോ. പക്ഷേ അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയണം. ഞാനൊരു സിംഗർ ആണല്ലോ. അതുകൊണ്ട് എനിക്ക് എല്ലായിടത്തും ഇങ്ങനെ ഈ മെയിനാകുന്നൊരു ശീലമുണ്ട്. അത് പിന്നെ എല്ലാവർക്കും ഉണ്ട്, എന്നാൽ എനിക്ക് ആ കാര്യം ഇച്ചിരി കൂടുതലാണ്. ഞാൻ പറഞ്ഞു വന്നത്, എനിക്കൊരു കോളേജിലൊരു പ്രോഗ്രാം കിട്ടി. അപ്പോൾ ഈ പ്രോഗ്രാമിന് ഞാൻ ഇങ്ങനെ പാട്ടൊക്കെ പാടിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ആഗ്രഹം പോലെ ഞാൻ അവിടുത്തെ താരമായി. അപ്പം അങ്ങനെ എല്ലാവരും വന്നു, കണ്ടു, പരിചയപ്പെട്ടു, സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം പെട്ടെന്നൊരു ചേട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറയുക, എനിക്കും ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഞാനോർത്ത് എന്താ സംഭവം എന്താ? എൻ്റെ ഈ ചോദ്യം കേട്ടതും പുള്ളി എൻ്റെ നേർക്ക് ഒരു ഒറ്റ ചാട്ടം. എന്നിട്ട് പുള്ളി എന്നോട് ചോദിക്കുക, ആ കൊച്ചാൾ കൊള്ളാമല്ലോ, പിന്നെ കൊച്ചെന്തിനാ എൻ്റെ മുഖത്ത് നോക്കി അറിയാതെ ഇഷ്ടമായി അന്ന് മുതലൊരു സ്നേഹചിത്രമായി എന്ന് പാടിയത്? അതും പോരാഞ്ഞ് എന്നെ നോക്കി ചിരിച്ച് കണ്ണെടുക്കാതെ നോക്കി മനുഷ്യൻ്റെ മനസ്സിൽ ആശയം തന്നിട്ട് ഇപ്പം ഇഷ്ടമല്ലെന്ന് ഒരുമാതിരി തേപ്പ് പരിപാടി കാണിക്കരുത് കേട്ടോ. ഒരു തേപ്പുകാരി ആകണ്ടായല്ലോ എന്നോർത്ത് ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്ന് ചേട്ടാ എനിക്ക് കണ്ണ് കാണത്തില്ല, ഞാൻ അറിയാതെ അങ്ങോട്ട് നോക്കിപ്പോയതാണ്, ക്ഷമിച്ചേക്കെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. ഇതുപോലെ മറ്റൊരനുഭവം പറയുകയാണെങ്കിൽ, ഈ ഇടയ്ക്ക് ഞാൻ എൻ്റെ ഗുരുജിക്കൊപ്പം മൂകാംബിയയ്ക്ക് ഒരു ട്രിപ്പ് പോയി. അപ്പോൾ മൂകാംബിയയ്ക്ക് നമ്മൾ ട്രെയിനിലാണ് പോകുന്നത്. അപ്പോൾ ഈ ട്രെയിനിൽ പോയപ്പോൾ കയറുന്ന സമയത്ത് തന്നെ കുറച്ച് പയ്യന്മാർ ഗിറ്റാറും തബലയൊക്കെ ആയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പാട്ട് പാടുക. അപ്പോൾ നേരത്തെ പറഞ്ഞാൽ നമുക്ക് ഈ മെയിനാകുന്നൊരു ശീലം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരെ പിള്ളേരെ പോയി പരിചയപ്പെട്ടു. അവരുടെ കൂടെ പോയി 1 പാട്ട് പാടി, 2 പാട്ട് പാടി, 5 പാട്ട് പാടി, നമ്മളവിടുത്തെ താരമായി. ഇത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് നിന്ന് കയറി ഒരു മാമനും മാമിയും ആ സൈഡിലുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പാട്ട് കേട്ടപ്പോൾ മാമൻ പെട്ടെന്ന്, മക്കളെ എന്തൊരു പാട്ട് പാടി തള്ളിക്കളഞ്ഞു കേട്ടാ. അപ്പം അതും കൂടെ കേട്ടപ്പോൾ ഞാൻ പിന്നെ കുറച്ചും കൂടെ അങ്ങ് ഹീറോ ആയി. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവരാരും അറിഞ്ഞിട്ടില്ല എനിക്ക് കണ്ണ് കാണത്തില്ല എന്നുള്ള കാര്യം. അപ്പം നമുക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, പിടിച്ച് നിൽക്കണം, ഈ കാര്യം ഇവരെ അറിയരുത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, പെട്ടെന്ന് മാമ രാത്രിയായിരുന്നു, പിന്നെ ഞാൻ ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞ് ചെന്ന് നോക്കി. എൻ്റെ കഷ്ടകാലത്തിന് എൻ്റെ അപ്പർ ബർത്തായിരുന്നു എനിക്ക്. ഞാൻ ഒരുവിധം ഇതിൻ്റെ മുകളിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി. കയറിയല്ലോ, ഇനിയിപ്പോൾ പ്രശ്നമില്ല, സുഖമായിട്ട് ഉറങ്ങി. രാവിലെ ഇറങ്ങണമല്ലോ, ഏണി കയറി പോകുന്നത് പോലെ പോയ ഞാൻ തിരിച്ച് സ്റ്റെപ്പ് ഇറങ്ങുന്നത് പോലെ ഇറങ്ങുകയും ഇത്തപ്പെടണോ എന്ന് പറഞ്ഞൊരു ഒറ്റ വീഴ്ച താഴേക്ക്. ഈ താഴെ വീണതിനേക്കാളും എനിക്ക് വേദന മാമിയോട് പറഞ്ഞൊരു ഡയലോഗ് കേട്ടപ്പോഴായിരുന്നു. മാമൻ പറയുക, എടി ശാന്തേ മേളിക്കിടന്ന് അപ്പി താഴെ പോയടി. അത് കേട്ടതോടെ പിന്നെ എന്ത് ചെയ്യണം എന്നറിയാതെ ഞാനിങ്ങനെ അവിടെ ഇരിക്കും. എഴുന്നേക്കാൻ പോലുള്ള ശക്തി എനിക്കില്ല. അന്നേരം മാമൻ പെട്ടെന്ന് വന്ന് എന്നെ പൊക്കി എഴുന്നേപ്പിച്ചു. അപ്പം ഈ കാഴ്ചയുടെ കാര്യം ആരും അറിയരുത്. അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു, താങ്ക് യു മാമി, താങ്ക് യു. ഉടനെ മാമൻ്റെ ഒരു ചോദ്യം, മക്കൾക്ക് കണ്ണറിഞ്ഞൂടായിരുന്നല്ലേ, നമ്മളറിഞ്ഞില്ല. ഇതും കൂടെ കേട്ടപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഇറങ്ങി പോയാൽ മതി എന്നായി. ഭാഗ്യത്തിന് എൻ്റെ സ്റ്റോപ്പ് എത്തി. ഞാൻ ട്രെയിനിൽ നിന്ന് ഒരുവിധം ഇറങ്ങി. എൻ്റെ ചുരിദാറും ആ ട്രെയിനിൻ്റെ സൈഡിൽ കൊളുത്തി പിടിച്ച് ഞാൻ എങ്ങനെയൊക്കെയോ വലിച്ച് പുറത്തിറങ്ങി പോയി. ഈ ചുരിദാറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ വേറൊരു കാര്യം ഓർത്തത്, എനിക്ക് കളർ സെൻസ് ഒന്നും വലുതായിട്ടുള്ള ഒരാളല്ല. ഏത് ടൈപ്പ് ഡ്രസ്സും ഞാൻ ഇടും, കാരണം നമുക്കെല്ലാം ഒരുപോലെ ആണല്ലോ. അതുകൊണ്ട് ഞാൻ എല്ലാം ഇടും. അതുകൊണ്ട് എൻ്റെ അമ്മയ്ക്കും അഭിമാനമാണ്, കാരണം അമ്മ തരുന്ന എന്ത് ഞാനും ഇട്ടോളും. അപ്പോൾ എൻ്റെ കസിൻസും ഫ്രണ്ട്സും ഒക്കെ ഇങ്ങനെ പറയുന്ന കേൾക്കാം, എനിക്ക് പച്ച ചുരിദാർ വേണം, എനിക്ക് നീല ചുരിദാർ വേണം, എനിക്ക് മഞ്ഞ ചുരിദാർ വേണം. അപ്പം ഞാനും ഓർത്തൊന്ന് അമ്മയോട് പറഞ്ഞു നോക്കാം. അപ്പം ഞങ്ങളുടെ അടുത്ത രത്നമ്മ ചേച്ചിയുടെ വീട്ടിലെ മകളുടെ കല്യാണം. അപ്പം ഞാൻ പറഞ്ഞു, അമ്മേ എനിക്കൊരു പച്ച ചുരിദാർ വേണം കേട്ടോ. അപ്പോൾ പുള്ളിക്കാരി എനിക്ക് ചുരിദാർ മേടിച്ചു തന്നു. ഞാൻ അത് വിട്ടു. കല്യാണത്തിന് പോയപ്പോൾ എൻ്റെ കൂട്ടുകാരി, ഹായ് എടി ലക്ഷ്മി, എന്തൊരു ചുരിദാർ അടി കൊച്ചേ, നിനക്ക് ഈ സെലക്ഷനൊക്കെ ഇത് എവിടെ, ഈ കളറൊക്കെ നിനക്ക് എവിടെ നിന്നാണ് കിട്ടുന്നേ? നേരത്തെ പറഞ്ഞാൽ മെയിനാകുന്ന അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു, എടി എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കളറാണ് പച്ച. അപ്പം ഞാൻ പച്ച ചുരിദാർ നോക്കി മേടിച്ചതാ. അപ്പോൾ അവൾ പെട്ടെന്ന്, എടി അതിനിത് പച്ചയല്ലല്ലോ മഞ്ഞയല്ലേ. എൻ്റെ അമ്മ വരെ എന്നെ തേച്ചല്ലോ എന്നോർത്ത് നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഞാൻ പെട്ടെന്ന് അവളോട് പറഞ്ഞു, എടി പച്ച പഴുത്താണല്ലോ മഞ്ഞയാകുന്നത് എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഒരുവിധം രക്ഷപ്പെട്ട്. ഇതൊക്കെയാണെങ്കിലും ഒരു പാട്ടുകാരി എന്ന നിലയ്ക്ക് എന്നെക്കുറിച്ച് പറയാൻ എനിക്ക് അഭിമാനമുണ്ട് കേട്ടോ. അത് മറ്റൊന്നുമല്ല, ഞാൻ പഠിച്ച പാട്ട് ഞാൻ ബുക്ക് നോക്കാതെ പാടും. ഇവിടെ ആർക്കും ഇല്ലാത്തൊരു ക്വാളിറ്റി ആട്ടോ അത്. ഞാൻ ബുക്ക് നോക്കാതെ പാടും. അത് മാത്രമല്ല, ബുക്ക് നോക്കുന്നത് എനിക്ക് ഇഷ്ടമേ അല്ല. അതുകൊണ്ട് ഇന്നോളം നൊട്ടേഡ് സ്റ്റാൻഡോ പാട്ട് ബുക്കോ ഞാൻ കണ്ടിട്ടുമില്ല,
പാട്ട് ബുക്ക് ഈ ചുമന്നുകൊണ്ട് സ്കൂൾ പിള്ളേർ പോകുന്ന പോലെ ബാഗൊക്കെ തൂക്കി സ്റ്റേജിൽ പോകേണ്ട ആവശ്യം എനിക്കുണ്ടായിട്ടില്ല. അതെ, ഒറ്റ മിനിറ്റ്, ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ പരസ്യമാക്കരുത്, ഒരു രഹസ്യമാണ്. പറയട്ടെ, എനിക്ക് അക്ഷരം എഴുതാനും വായിക്കാനും അറിയത്തില്ല കേട്ടോ. അതിൻ്റെ അഹങ്കാരമൊന്നും ലക്ഷ്മി ഇന്നോളം ഒരു മനുഷ്യനോടും കാണിച്ചിട്ടുമില്ല. ഇതൊക്കെയാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ലക്ഷ്മിശ്രീ ഓമനക്കുട്ടൻ എന്ന ഞാൻ. എനിക്ക് നിങ്ങളോട് ഒറ്റ കാര്യമേ എല്ലാവരോടും പറയാനുള്ളൂ. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ നമുക്ക് വന്നു ചേരും. ആ ഘട്ടങ്ങളെയൊക്കെ ജസ്റ്റ് ചിരിച്ചുകൊണ്ട് ഫേസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഞാനൊരു ബ്ലൈൻഡാണ് എന്നതിലുപരി ഞാനൊരു SLE സർവൈവറും കൂടിയാണ്. അപ്പോൾ എൻ്റെ ഒരു പോളിസി, ഒരുപാട് വർഷം കരഞ്ഞുകൊണ്ട് ജീവിക്കുന്നതിനേക്കാളും നല്ലത് കുറച്ച് ദിവസങ്ങൾ ചിരിച്ചുകൊണ്ട് മറയുന്നതല്ലേ. അതുകൊണ്ട് തമാശയുടെ വലിപ്പം നോക്കാതെ ഏത് തമാശ കേട്ടാലും ആ മുഖത്ത് മനോഹരമായൊരു പുഞ്ചിരി വിടർത്താൻ എല്ലാവരും ശ്രമിക്കുക. ഇവിടെ എത്തിച്ചേർന്നതിൽ ഒരുപാട് സന്തോഷം. എല്ലാവർക്കും ഒരുപാട് നന്ദി. നമസ്കാരം. ഉഗ്രനാണ് ലക്ഷ്മി. നല്ല 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 കൈഡി കൊടുക്കാം കേട്ടോ. നവ്യ. ലക്ഷ്മി ചേച്ചി കലക്കി. ലക്ഷ്മി എന്തൊരു ഇൻസ്പയറിംഗ് ആയിരുന്നു. ലക്ഷ്മി നേരത്തെ പറഞ്ഞൊരു പോയിന്റിനോട് ഞാൻ വളരെയധികം യോജിക്കുന്നു. തമാശയുടെ വലിപ്പം നോക്കാതെ മനസ്സ് നിറഞ്ഞ് ചിരിക്കുക. ഞാൻ പക്ഷെ ഇത് നല്ല തമാശകളായിരുന്നു ലക്ഷ്മി പറഞ്ഞത്. വളരെ ഫ്ലുവൻ്റ് ആയിട്ടുള്ള ഒരു ഭാഷയും നല്ല രസകരമായ അവതരണവും ഒരു നിമിഷം പോലും ബോറടിപ്പിക്കാതെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ലക്ഷ്മി. എന്തായാലും ലക്ഷ്മിശ്രീയുടെ ഒരു മനോഹരമായ പാട്ടും കൂടി കേട്ട് ഇന്നത്തെ നമ്മുടെ ഫ്ലവേഴ്സ് കോമഡി തള്ളിൽ മെയിൻ ആയിട്ട് നമ്മൾ ലക്ഷ്മിശ്രീയെ തന്നെ പ്രഖ്യാപിച്ചു. ലക്ഷ്മിശ്രീയുടെ അടുത്ത് ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ കേട്ടോ. കാരണം അതിനുള്ളൊരു ആകാംക്ഷ എനിക്കുണ്ട്. വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. കാരണം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ കൂടെ ഒരു ബ്ലൈൻഡ് കുട്ടി ഉണ്ടായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോഴും റിസർവേഷനിൽ മഹാരാജ് കോളേജിൽ ബ്ലൈൻഡ്സ് ഉണ്ടാവാറുണ്ട്. പിന്നെ അതിനുശേഷം ലിമേഷ് എന്ന് പറഞ്ഞൊരു മിമിക്രി ആർട്ടിസ്റ്റ് ഉണ്ട്. ഞാൻ വളരെ ക്ലോസ് ആയിരുന്നു, യൂണിവേഴ്സിറ്റി വിന്നറൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവരിലെല്ലാം ഇപ്പൊ ഈ അടുത്ത് ഞാൻ ആലുവ തന്നെയാണ് ബ്ലൈൻഡ് സ്കൂളുണ്ട്, അവിടെ ഞാൻ പോവാറുണ്ട്. പക്ഷെ അവരിൽ കാണാത്ത ഒരു ബോഡി ലാംഗ്വേജ് എന്ന് വെച്ചാൽ കൈ ഇങ്ങനെ വെക്കുക, ഈ താടിയിൽ വെക്കുക, അങ്ങനത്തെ ബോഡി ലാംഗ്വേജ് ഉണ്ട്. അതിപ്പോ വാസന്തി ലക്ഷ്മിയിലും മണിച്ചേട്ടൻ പോലും ബ്ലൈൻഡ്സിനെ അനുകരിച്ചിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ആക്ഷൻസ് ഇവർക്ക് എവിടെ നിന്ന് പഠിക്കാൻ പറ്റുമെന്നുള്ള അറിയില്ല. ലക്ഷ്മിക്ക് എങ്ങനെയാണ്, അതായത് ഇപ്പൊ പാർഷ്യലി ബ്ലൈൻഡ് ആണോ അല്ലെങ്കിൽ കുറച്ച് കാണാൻ പറ്റുന്നുണ്ടോ? എന്താണ് കുറച്ചും എനിക്ക് നിഴല് പോലെ, അത് കാഴ്ച എന്ന് പറയാനില്ല എനിക്ക്. എനിക്കൊരു നിഴല് പോലെ. അല്ല, ഇപ്പൊ ഈ കാണിക്കുന്ന ആക്ഷൻ ഒന്നും ഈ ബ്ലൈൻഡ് ആയിട്ടുള്ളവർ കാണിക്കുന്ന ഒരു ആക്ഷനേ അല്ല. അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനാണ് എനിക്ക് പറയാനുള്ളത്. അമ്മ, വീട്ടിൽ അപ്പൂപ്പൻ, അമ്മൂമ്മ, അങ്ങനെ വീട്ടിലുള്ള എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. ഇനി പ്രധാനമായിട്ട് ഒരാളെ പറയാനുള്ളത് എന്നെ സംഗീതം പഠിപ്പിക്കുന്ന എൻ്റെ പ്രേംജി സാറിനെ കുറിച്ചാണ്. ഒരുപാട് എന്നെ പ്രോത്സാഹിപ്പിക്കും. ഈ ആക്ഷൻ എല്ലാം അത് അവരും കൂടെ സപ്പോർട്ടാണ്. ഈ പുള്ളിക്കാരനും പറയുമ്പോൾ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്നെ നോർമൽ ആയിട്ട് പഠിപ്പിക്കുന്നതിൽ ഒരു പ്രധാന ഘടകം എൻ്റെ പ്രേംജി സാറിനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഫ്ലവേഴ്സ് കോമഡി തള്ളലല്ല, ഈ ഫ്ലവേഴ്സിന്റെ തന്നെ ഈ ടെലികാസ്റ്റിൽ ഏറ്റവും നല്ലൊരു മുഹൂർത്തം ഇരിക്കുന്നു. ലക്ഷ്മിശ്രീ നമസ്കാരം. എൻ്റെ പേര് സെന്തിലെന്നാണ്. ലക്ഷ്മി ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല. പണ്ട് ആറ്റിങ്ങലിൽ ലക്ഷ്മിയുടെ അച്ഛനൊരു ഗാനമേള ട്രൂപ്പ് ഉണ്ടായിരുന്നു, ഓമനക്കുട്ടൻ ചേട്ടന്. ആ ട്രൂപ്പില് മാട്ട കളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു 4-5 പേരുണ്ടായിരുന്നു. എനിക്കറിയാം, ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരാളാണ്. അതന്നെ. ആ ഒരു പരിപാടി കൂടി പിന്നെ നിന്നെ വിളിക്കാറില്ലല്ലേ? ഒറ്റ പരിപാടി ചെയ്തുള്ളൂ. അല്ല, കുഞ്ഞുനാൾ മുതൽ അറിയാവുന്ന ആളാണ്. അപ്പോ ഇപ്പൊ വീണ്ടും കണ്ടപ്പോ ഒരുപാട് സന്തോഷം. എനിക്കും അങ്ങനെ എന്താ പറയാ, ഒരുപാട് സന്തോഷമുണ്ട്. നവ്യ ഒന്ന് ഇവിടേക്ക് വരാമോ? നമസ്തസ്യേ 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 നമോ നമഃ. കഥയിലെ രാജകുമാരിയും ഗോപകുമാരനും ഒന്നാവാൻ പുഴയിലെ പൊന്നോളങ്ങളിൽ അവരൊഴുക്കി ദീപങ്ങൾ
രാജകുമാരനും ഒന്നാവാൻ. ശ്രീലകം വാഴുന്ന ദേവി, പ്രണമന്ത്രമുണർത്തുന്ന ദേവി, തപസ്സിരിക്കും സ്നേഹമനസ്സുകൾക്ക് ആശ്വാസമേകി. ഒഴുകുന്ന ദീപങ്ങൾ, തൊഴുകൈ നാളങ്ങൾ, അതു കണ്ടു കൈനീട്ടി തിരുവരമേകാനായി അനുരാഗരാവിലലങ്കരിച്ചൊരു പൂന്തോണിയെത്തി. കഥയിലെ രാജകുമാരിയും ഗോപകുമാരനും ഒന്നാവാൻ. പുഴയിലെ പൊന്നോളങ്ങളിൽ അവരൊഴുക്കി ദീപങ്ങൾ. ഓ ആവണിത്താനങ്ങളേന്തി രാഗതാളം തുടിക്കുന്ന രാവിൽ രാജകുമാരിക്കും ഗോപകുമാരനും മാംഗല്യമായി. പന്തലിട്ടു പൊന്മേഘം, കണ്ണെഴുതി കാർമേഘം, പൊട്ടുതൊട്ടു പൂത്താരം, മിന്നുകെട്ടി മിന്നാരം, അന്നായിരത്തിരിമാല ചാർത്തിയ കല്യാണമായി. കഥയിലെ രാജകുമാരിയും ഗോപകുമാരനും ഒന്നാവാൻ. പുഴയിലെ പൊന്നോളങ്ങളിൽ അവരൊഴുക്കി ദീപങ്ങൾ. കരളിലെ മോഹം തളിരണിയാനായി അവരിരുപേരും തപം ചെയ്തു ഈ അമ്പലക്കൽപ്പടവിൽ. കഥയിലെ രാജകുമാരിയും ഗോപകുമാരനും ഒന്നായി. വരമായി പൊന്നോളങ്ങളിൽ ആയിരമായിരം ദീപങ്ങൾ. ഓ ഓ താങ്ക് യു ചേച്ചി. ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ലക്ഷ്മീനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു, ലക്ഷ്മിയുടെ പാട്ടും ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒരുപാട് സന്തോഷം ചേച്ചിയുടെ മുന്നിൽ പാടാൻ കഴിഞ്ഞു. ഭയങ്കര സന്തോഷം ഈ പാട്ട്. എനിക്ക് ലക്ഷ്മിയുടെ പാട്ട് കേൾക്കാൻ പറ്റില്ല, അതാണ് വലിയ സന്തോഷം. താങ്ക് യു കേട്ടോ. താങ്ക് യു അസലായിട്ട് പാടി. താങ്ക് യു ചേച്ചി. ആൻഡ് ലക്ഷ്മിയുടെ വോയിസിന്റെ കാര്യം ലക്ഷ്മി നേരത്തെ പറഞ്ഞത്, ലക്ഷ്മിക്ക് SLE എന്ന് പറയുന്ന ഒരു അസുഖം അവസ്ഥയും കൂടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ലാസ്റ്റ് സ്റ്റേജിൽ ഫൈനൽ വളരെ കൂടിയൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത് ലക്ഷ്മി. അപ്പോൾ ലക്ഷ്മിയുടെ ത്രോട്ടിനെ അത് വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അതൊരു വളരെ റെയർ ആയിട്ടുള്ള ഡിസീസാണ് അല്ലേ? അതൊരു വല്ലാത്ത അവസ്ഥയാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷം തോന്നി എന്താ വെച്ചാൽ, അങ്ങനെയൊക്കെ ആണെന്ന് പറഞ്ഞിട്ടും ലക്ഷ്മിയുടെ മുഖത്തൊരു സന്തോഷം അല്ലേ? നമ്മളൊരു ചെറിയ ദുഃഖം വരുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ വിഷമം വരുമ്പോഴേക്കും, അല്ലെങ്കിൽ ഒരു പ്രണയ നൈരാശ്യത്തിൽ വരെ ഇവിടെ ആൾക്കാർ ആത്മഹത്യ ചെയ്യുകയും അല്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ആണെങ്കിൽ ഒരു ചെറിയ എന്തെങ്കിലും ഒരു ഫെയിലിയർ, ലൈഫിലെ സക്സസ് മാത്രം മതി എന്ന് വിശ്വസിക്കുന്ന ഒരു ആളുടെ കയ്യിൽ നിന്ന് പോലും ഒരു നോ പോലും കേൾക്കാൻ മടിക്കുന്ന, അല്ലെങ്കിൽ ഓരോ റിലേഷൻഷിപ്പിലും ഓരോ ഫെയിലിയേഴ്സ് എന്തെല്ലാം ഉണ്ടാകുന്ന അതൊക്കെ ആലോചിച്ച് നമ്മുടെ പരിമിതികളെ പറ്റിയും കുറവുകളെ പറ്റിയും ഒക്കെ മാത്രം ആലോചിച്ചിരിക്കുമ്പോൾ ലക്ഷ്മിയെ പോലുള്ള കുട്ടികളെ കാണുന്ന ഓരോ മൊമെൻറ്റും അത് ലൈഫിൽ വളരെ എന്താ പറയുക, നമ്മളൊന്ന് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് പോകും അല്ലേ? നമ്മളെത്ര പ്രിവിലേജ്ഡ് ആണെന്നും എന്ത് വന്നാലും ലൈഫിൽ തോൽക്കേണ്ട ആവശ്യമില്ല എന്നും, ഇങ്ങനെ നല്ല ചങ്കുറപ്പോടു കൂടി ചിരിച്ചുകൊണ്ട് മുന്നേറണം എന്നും ലക്ഷ്മി ഓരോ മലയാളികളോടും ഈ എപ്പിസോഡിൽ കൂടെ പറയുകയാണ് കേട്ടോ. ലക്ഷ്മി, താങ്ക് യു സോ മച്ച്. വെരി നൈസ് ടു മീറ്റ്. താങ്ക് യു.